പറഞ്ഞാൽ മതി, എപ്പോഴാ സമയം കിട്ടുന്നത് പറഞ്ഞാൽ മതി. ഞാനിപ്പം ഞായറാഴ്ച ഒരു വലിയൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിനകത്ത് റെഗുലർ ആയിട്ട് ഇംഗ്ലീഷിനകത്ത് ഇപ്പം ലൈവ് ചെയ്യുന്നുണ്ട്. അതുപോലെ പിന്നെ നമ്മുടെ ആന്റണിയുടെ കൂടെ ഹിന്ദിക്കകത്ത് ലൈവ് ചെയ്യുന്നുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു സ്ലോട്ട് പറഞ്ഞാൽ മതി. ആ സ്ലോട്ടിനകത്ത് നമുക്ക് റെഗുലർ ആയിട്ട് നമ്മൾ ഒരു കണ്ടന്റ് എടുത്തിട്ടാ ഇവന്മാരുടെ വീഡിയോസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്താദന്മാർ പറയുന്ന വിവരക്കേട് എന്തെങ്കിലും കണ്ടന്റ്സ് എടുത്തിട്ട് അവരുടെ പുസ്തകങ്ങൾ വെച്ചിട്ട് നമുക്കൊരു ചെറിയ ചെറിയ സെഷൻസ് ചെയ്യാം. ഇസ്ലാമിലെ കോമഡികൾ എന്ന് പറഞ്ഞാൽ ഖുറാൻ കോമഡികൾ ആദ്യം ഇറക്കാം, അത് തന്നെ ഹദീസ് കോമഡികൾ ഇറക്കാം, അതൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ക്ലബ് ഹൗസ് ഇസ്ലാമിന്റെ ശവപ്പറമ്പാണ് വർഗീസ് അച്ഛ. ഒരുത്തനെ ജീവനുള്ള ഒരു മുഹമ്മദിയനെയും കാണുന്നില്ല ഇവിടെ, ഒരുത്തൻ പോലും ഇല്ല. അതൊരു സത്യമാണ്. പിന്നെ ക്ലബ് ഹൗസ് നമ്മൾ ഈ യൂട്യൂബിനകത്ത് ചെയ്താൽ അതിന് കുറെ കൂടെ പിന്നെ വേറൊരു ലെവലിൽ ആൾക്കാർ കാണുകയും അത് കണ്ടെത്തുകയൊക്കെ ചെയ്യും. ക്ലബ് ഹൗസിനകത്ത് ആൾക്കാർ കുറവാണ്, പക്ഷെ ആൾക്കാർ നമ്മുടെ ഈ പല വീഡിയോകളും യൂട്യൂബിനകത്തൂടെ ലിങ്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് ആൾക്കാർ കാണാനും എടുക്കാനും പറ്റും. പക്ഷേ ക്ലബ് ഹൗസ് സത്യം പറഞ്ഞാൽ ഇസ്ലാമിന്റെ ശവപ്പറമ്പായി. ശവപ്പറമ്പല്ല, അത് പെട്ടിയായി പോയി. അതിനകത്ത് മരണമണി അടിക്കേണ്ട ഗതികേട് വന്നു. ഇറങ്ങി തിരിച്ചപ്പോൾ ഇവന്മാരുടെ ക്ലബിനകത്ത് 1000 പേരൊക്കെ ആയിരുന്നു വന്നിരുന്നുകൊണ്ട് കേട്ടോണ്ടിരുന്നത്. എന്നിട്ട് അവസാനം നമ്മുടെ പെരുമ്പാവൂർ പണ്ട് ഓർമ്മയുണ്ടോ നമ്മൾ ആദ്യത്തെ വീഡിയോ നമ്മള് പോസ്റ്ററൊക്കെ അടിച്ച് ഇറക്കിയ ഈച്ചയ്ക്ക് നമ്മൾ മറുപടി കൊടുത്തത്? ആ സമയത്തൊക്കെ ഇവന്മാർക്ക് എന്ത് ആൾക്കാരുണ്ടായിരുന്ന, എന്തും വേണ്ടി ആൾക്കാരായിട്ട് നമ്മളെ തെരുവ്. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ മമ്മൂഞ്ഞിന്റെ തന്ത്രം എല്ലാം കൂടെ വെച്ചുകൊണ്ട് ആ ലൈവ് എല്ലാം കൂടെ വന്നു ആദ്യത്തെ വീഡിയോ. എനിക്ക് ഓർമ്മയുണ്ടത്. അതിന് മറുപടി വന്നു. ഞാൻ പറഞ്ഞ ഇതിനകത്ത് വന്നോടുകൂടി ഇവന്മാരുടെ പിടി വിട്ടുപോയി. കാരണം ഒരു വിധത്തിലും ഇവന്മാർക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ലെന്നൊരു നമ്മുടെ ഈ ഗ്രൂപ്പിനകത്ത് വരുന്ന ഇപ്പം താഴെയുള്ള ഒരൊറ്റ സഹോദരന്മാരുടെ മുൻപിലും നിവർന്നു നിൽക്കാൻ കഴിയുന്ന ഒരു ദവപ്രവർത്തകനും എനിക്ക് തോന്നുന്നില്ലെന്ന്. കാരണം അവര് തന്നെ ഇത്രയും മാസങ്ങൾ ഏകദേശം ഒരു 2 വർഷത്തിലധികമായി പലരും റെഗുലർ ആയിട്ട് കേൾക്കാൻ തുടങ്ങിയിട്ട് അവരുടെ മുൻപിൽ പോലും ഇവർക്ക് നിൽക്കാൻ കഴിയുന്നില്ല. നസറിനെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ടല്ലോ, ഇവിടുത്തെ പിന്നെ ഈ പഠിപ്പിക്കുന്നതിനേക്കാളും ഈ കാര്യങ്ങള് സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ സൗരന്മാരുണ്ട്. എനിക്ക് പല കാര്യങ്ങളും, എനിക്കറിയാത്ത പല കാര്യങ്ങളും ഇവിടുത്തെ സൗരന്മാരോട് ചോദിച്ചിട്ടാണ് ഞാൻ വാങ്ങിക്കുന്നത്. കാര്യം അവരിതെല്ലാം അങ്ങ് റെക്കോർഡ് ചെയ്ത് പേപ്പറിനകത്ത് എഴുതി കമ്പ്യൂട്ടറിനകത്ത് സൂക്ഷിച്ച്, ചിലരൊക്കെ എനിക്ക് അതിന്റെ സെറ്റോട് അയച്ചു തന്നിട്ടുണ്ട്, ഇതൊന്ന് വായിച്ചു നോക്കുന്നു പറഞ്ഞു. അപ്പൊ ആ തരത്തിൽ ഇവര് പഠിച്ചു. അതുകൊണ്ട് അതാ പറഞ്ഞത്, ആർക്ക് വേണേലും ഒന്ന് ഞോണ്ടാനുള്ള സാധനം കസ്റ്റഡിയിലായി പിള്ളേരുടെ. ഫോളോയിങ് ചോദിക്കുന്ന എന്താ ഇവിടുത്തെ വെല്ലുവിളി? ഞാനൊരു വെല്ലുവിളി പറയാം. ഫോളോയിങ് സിമ്പിൾ ഒരു വെല്ലുവിളിയാണ്, വലിയ ബുദ്ധിമുട്ടുള്ള വെല്ലുവിളിയല്ല, ഒരു സിമ്പിൾ വെല്ലുവിളി. ഖുറാനകത്ത് അള്ളാഹു പറയുന്നു, നിന്നെയൊക്കെ നരകത്തിൽ കൊണ്ടുപോകുക തന്നെ ചെയ്യും. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, ആ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ലെന്ന്. അള്ളാഹു നിന്നെയൊക്കെ എന്തിനാണ് നരകത്തിലോട്ട് കൊണ്ടുപോകുന്നത്? കാരണം അത് മുസ്ലിങ്ങളോട് പറയുന്ന ഖുറാന്റെ ആയത്താണ്. ഫോളോയിങ് റെഡി ആണെങ്കിൽ കേറുക, നമുക്ക് സംസാരിക്കാം. ഒരു സംശയം ചോദിച്ചോട്ടെ? ഷാജി ബ്രദറെ, പറഞ്ഞോ. അതായത് ഞാൻ ഇന്ന് രാവിലെ കേട്ടത് മാമൻ ബ്രോ മറ്റേ എല്ലാം പറഞ്ഞിട്ടാന്ന് തോന്നുന്നത്. മറ്റേ ഇത് സൗദി അറേബ്യയിലെ മറ്റേ ഈ അവിടുത്തെ റോയൽ ഫാമിലി, മറ്റേ അവിടുത്തെ ഇപ്പോഴത്തെ മറ്റേ രാജാവിന്റെ മകൻ ആണോ, രാജാവാണോ, മറ്റേ ഈ പറഞ്ഞ പോലെ ഈ അള്ളാഹുവിന്റെ 3 പെൺമക്കളിൽ ആത്ത, മനാത്ത, ഉസ്സ, ഇവരുടെയൊക്കെ മറ്റേ ഈ ഐഡിയൽസ് മറ്റേ വീണ്ടും അവിടെ കൊണ്ടുവന്ന് മറ്റേത് പ്രതിഷ്ഠിക്കണം. അത് മറ്റേ ഒരു ടൂറിസം ഇതിനു വേണ്ടിയിട്ടാണ്, മറ്റേ പഴയ ചരിത്രമൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട്, മറ്റേ ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഞാനിങ്ങനെ ഒരു മിന്നായം പോലെ, ഞാൻ ജോലിക്ക് പോകുന്ന സമയത്താണ്, കൂടുതൽ കേൾക്കാൻ പറ്റിയില്ല. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. അത് ശരിയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ വലിയൊരു തിരിച്ചടിയല്ലേ അപ്പം ഇപ്പൊ ഇവിടെ? അതെ അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്രയും ദിവസവും ഇവിടെ ഒന്ന് തർക്കിക്കുന്ന നമ്മുടെ മുസ്ലിം ബ്രദേഴ്സിന് എല്ലാരും 3G ആയി.
അതെ, ഞാൻ ആ സംശയം ചോദിക്കാൻ വേണ്ടി, അത് ശരിയാണോ? മറ്റേ അങ്ങനെയാണെങ്കിൽ ഇവർ ഇത്രയും നാൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല ഇവിടെ വന്നെല്ലാം ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾക്കും എല്ലാവർക്കും അതൊരു ഭയങ്കര ഒരു അടിയാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ശരിയാണെങ്കിൽ അതാണ് ഞാൻ പറയാൻ വേണ്ടിട്ട് വന്നത്. ഞാൻ അള്ളാഹുവിന്റെ 3 തുടങ്ങാൻ പോകും, പെൺമക്കളെ കാരണം എനിക്ക് രാവിലെ ജോലിക്ക് പോകണം. ഷജി ബ്രദറെ, അള്ളാഹുവിന്റെ 3 പെൺമക്കൾ, പാവം അള്ളാഹു മര്യാദയ്ക്ക് 3 പെൺമക്കളെ നോക്കി ജീവിച്ചു പോകുന്നതാണ്. അള്ളാഹുവിന്റെ 3 പെൺമക്കളിൽ ഒരു പെൺമകളെ മുഹമ്മദ് മുഹമ്മദ് ഈ ഒരു പെണ്ണിന്, എനിക്ക് തോന്നുന്നു ലാത്തയ്ക്കാണ്, മുഹമ്മദ് യാഗമർപ്പിക്കുമായിരുന്നു. ഇതെല്ലാം ഇവരുടെ പുസ്തകങ്ങളിൽ തന്നെ ഹിസ്റ്ററിക്കലി കിടപ്പുണ്ട്. എന്നിട്ടാണ് ഇവർ പറയുന്നത് അള്ളാഹുവിന് പെൺമക്കളൊന്നും ഇല്ലെന്ന്. അള്ളാഹുവിൻ്റെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, അള്ളാഹുവിന് ഗേൾ ഫ്രണ്ട്സ് ഇല്ലാത്തതാണ് പുള്ളിക്ക് ഇനിയും കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തതിൻ്റെ പ്രശ്നം. ഏതോ ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിന് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അതിലൂടെ കുഞ്ഞുങ്ങൾ ഉണ്ടായതായിരിക്കും ഇത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അള്ളാഹു പറയുന്ന അള്ളാഹുവിന് എങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാവും, എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഇല്ലല്ലോ. പിന്നെ ഒരിടത്ത് അള്ളാഹു പറയുന്നത് ഞാനിനിയും ഒരു കൊച്ചിനെ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചു എങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഹൂറിമാരിൽ നിന്ന് വേണമെങ്കിൽ ഞാൻ പരിപാടി നടത്തിയേനെ, പക്ഷേ നമ്മളിപ്പോൾ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള വിവരക്കേടൊക്കെ അള്ളാഹു പറയുന്നുണ്ട്. എന്താണെങ്കിലും അങ്ങനത്തെ സൗദി ആൺമക്കളില്ലാത്തതിന്റെ അതെ സൂറ 6:101 എനിക്ക് തോന്നുന്നു. ഞാൻ വേണമെങ്കിൽ അത് തെളിവായിട്ട് എടുത്തു തരാം. ഷാജി ബ്രദറെ, അത് മാമനച്ചായനോട് ഞാൻ ചോദിക്കാം. മാമനച്ചാൻ വരുവാണെങ്കിൽ പുള്ളിയോട് നമുക്ക് ചോദിക്കാം. നാസറിന് അങ്ങനെ ഒരു ലിങ്ക് ഇട്ടായിരുന്നു. അവരുടെ പുരാതന ഏൻഷ്യന്റ് ഹിസ്റ്ററിക്കകത്ത് അതൊക്കെ വിടും, അതുകൊണ്ട് അതൊക്കെ വേണം എന്ന് പറയുന്ന ഒരു ഇത് വരുന്നുണ്ട്, പറയുന്നുണ്ടായിരുന്നു. ഒരു വാർത്തയാണ് കിടക്കുന്നത്. സൗദി അറേബ്യൻ ഒരു കൂട്ടം ആൾക്കാർ അതെല്ലാം ഇനി കൊണ്ടുവരണം, ലാത്തയും മനാത്തയും ഉസയ്ക്കും അവർക്ക് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത. അത് ഇന്ന് രാവിലെ ഇവിടെ കേട്ടതാണ്. അതിന്റെ ലിങ്ക് ഉണ്ട്, വേണമെങ്കിൽ പിന്നെ ഇട്ടുതരാം. അത് ടൂറിസം ഇതായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വേണം. ഫോളോയിങ് ഒരു മിനിറ്റ്, ഫോളോയിങ്. ഇവിടെ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഓൾവേസ് ഷോ റെസ്പെക്ട്, ഓൾവേസ് ഷോ റെസ്പെക്ട്. അതായത് സൗദി രാജാവും മറ്റേ അദ്ദേഹത്തിന്റെ മകനും ഇപ്പൊ ഈ ഒരു പുരോഗമന ചിന്താഗതി ഉള്ളത് കൊണ്ട്, അപ്പൊ ഈ മറ്റുള്ള രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളും മറ്റുള്ള എല്ലാ രാജ്യങ്ങളുടെയും ടൂറിസം അത് ആ ഒരു രീതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പഴയ ചരിത്രങ്ങളും എല്ലാം ഉൾപ്പെടുത്തി ചെയ്യുന്ന ഒരു കൂട്ടത്തില് എനിക്ക് തോന്നുന്നു മിക്കവാറും ഇവിടെയൊക്കെ യൂറോപ്പിലൊക്കെ മറ്റേ ഇപ്പൊ ഇലക്ട്രിക് ബസ്സൊക്കെ ആയി തുടങ്ങി. ഞാൻ ഇന്ന് യാത്ര ചെയ്തത് ഇലക്ട്രിക് ബസ്സിലാണ്. അപ്പൊ ആ ഒരു മറ്റേ പെട്രോളൊക്കെ മറ്റേ ഇനി കൂടുതൽ മറ്റേ ആ ഒരു ബിസിനസ് നടക്കില്ലെന്നുണ്ടെങ്കിൽ ടൂറിസം ആ ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ഇപ്പൊ കാണിക്കുന്നത് ഗൾഫ് കൺട്രീസ് എല്ലാം. കാരണം ഈ എണ്ണ കൊണ്ട് ഇനി അധികം നാൾ നിൽക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു, കുറച്ചാളുകൾ പിടിച്ചു നിൽക്കും. അപ്പൊ ആ ഒരു ഇത് എനിക്ക് കണക്കൂട്ടിട്ട് അവര് ലിബറൽ മൈൻഡഡ് ആവുന്നെന്ന് എനിക്ക് തോന്നുന്നു ഈ കൺട്രീസ് എല്ലാം. അപ്പൊ അതുകൊണ്ടായിരിക്കാം പുള്ളിക്കാരൻ ആ ഒരു ഇതും കൂടി ഉൾപ്പെടുത്തി ഇപ്പൊ നിവൃത്തിയില്ലാതെ വന്നു. അപ്പൊ ഈ ടൂറിസം ഇത് വരുമ്പോഴത്തേക്കും ചരിത്രപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റിസ്റ്റോർ ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി സംഭവങ്ങള് ഇങ്ങനെ നടക്കുമ്പോഴേ ഈ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളില് ഈ മാറ്റങ്ങളൊക്കെ വരുമ്പോഴും ഓളം ഉണ്ടാവാത്ത ഒറ്റേ ഒരു ജാതി കേരളത്തിലെ കോയ കുഞ്ഞുങ്ങളാ. അതങ്ങനെയാണ്. എല്ലാ സംഗതികളും തുടങ്ങുന്ന സ്ഥലത്ത് കുറച്ചുകൂടി ബ്രോഡ് മൈൻഡഡ് ആയിരിക്കും ആ തുടക്ക സ്ഥലം. അത് ഉൾക്കൊണ്ടു എന്ന് വിശ്വസിച്ചിട്ടും അതിനെ അങ്ങോട്ട് ഭയങ്കര രാജാവിനേക്കാൾ ഭക്തി മറ്റേ എന്താണ് സേവകനെന്നോ അങ്ങാണ്ട് പറഞ്ഞൊരു ഇതുണ്ടല്ലോ, ഇത് എന്ന് പറഞ്ഞവരാണ്. ഈ ഷാജി ബ്രദറെ, ഈ അള്ളാഹുവിൻ്റെ 3 പെൺമക്കളുടെ ആ സ്ഥലമായിരുന്നു ഈ സഫ മർവ. ഇപ്പോഴും ഈ മുസ്ലിങ്ങൾ പോയി സഫ മർവയ്ക്ക് ചുറ്റും ഇവർ ഈ വളയം വെക്കുന്നത് അതിനോടനുബന്ധിച്ചുള്ളതാണ്. ഞാൻ മേളിലൊരു ഹദീസ് ഇട്ടിട്ടുണ്ട്, സയ്യൽ ബുഖാരി 48:61. നമ്മൾ ഇന്ന് ഇവരുടെ അള്ളാഹുവിൻ്റെ പെൺമക്കളെ പറ്റി തന്നെ നമുക്കൊന്ന് സംസാരിക്കാമെന്നല്ല. സയ്യൽ ബുഖാരി 48:61. ഇവിടെ നറേറ്റഡ് ഉർവ, I asked Aisha റിഗാർഡിങ് ദ സൈ ബിറ്റ്വീൻ സഫ ആൻഡ് മർവ. ഞാൻ ഐഷയോട് ചോദിച്ചു, ഈ സഫ മർവയ്ക്ക് ചുറ്റും ഈ സൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവർ വളയം വെക്കുന്ന ചുറ്റും ചെയ്യുന്നതിനെ പറ്റി ഞാൻ ചോദിച്ചു. ഷീ സെഡ്, ഔട്ട് ഓഫ് ദ റെവറൻസ് ടു ദി ഐഡൽ മനാത്ത് വിച്ച് വാസ് പ്ലേസ്ഡ് ഇൻ അൽ മുഷൈല. ഇത് മനാത്തിനോടുള്ള ഒരു ആദരവ് കാരണം, അൽ മുഷൈലയിൽ വെച്ചിരിക്കുന്ന ആ മനാത്തിനോടുള്ള ആദരവ് കാരണം, ദോസ് ഹു യൂസ് ടു അസ്യൂം ഇഹ്റം ഇൻ ഇറ്റ്സ് നെയിം യൂസ്ഡ് നോട്ട് ടു പെർഫോം.
sa'i between Al Safa and Al Marwa. So Allah revealed, അപ്പോഴാണ് അള്ളാഹു ഇത് റിവീൽ ചെയ്യുന്നത്. എന്ത്? The Al Safa and Al Marwa, two mountains, are among the symbols of Allah. ഈ അൽ സഫായും ഈ മർവയും ഇത് അള്ളാഹുവിൻ്റെ സിമ്പിൾസ് ആണ്. അതുവരെ അള്ളാഹുവിൻ്റെ വെൺമക്കളുടെ സിമ്പിൾസ് ആയ സാധനം അള്ളാഹുവിൻ്റെ സിമ്പിൾസ് ആയി അള്ളാഹു ഏറ്റെടുത്തിരിക്കുക. Therefore Allah's messenger and the Muslims used to perform sa'i, മീൻസ് ഈ വളയം വെക്കുന്നത്. Sufyan said the idol al-Manat at al-Mushayla in Qad. Aisha added the verses was revealed in connection with Ansar. These are the tribes of Gusan used to assume ihram in the name of Manat before they embraced Islam. ഇസ്ലാം വരുന്നതിന് മുൻപേ ഈ പെൺമക്കളെ ആദരിച്ചുകൊണ്ടാണ് അവർ സായി ചെയ്തുകൊണ്ടിരുന്നത്. ആ സെയിം പേഗൻ പ്രാക്ടീസ് അള്ളാഹുവിനെ ഏക രക്ഷിതാവായി ഇവർ ഏറ്റെടുത്തപ്പോൾ സെയിം പ്രാക്ടീസസ് തുടർന്നു. അല്ലാതെ ആ പ്രാക്ടീസ് ഇവർ നിർത്തിയില്ല. ഇപ്പോൾ സൗദി അറേബ്യ അത് പിന്നെയും കൊണ്ടുവന്ന് അത് സ്ഥാപിക്കുകയാണെങ്കിൽ അവർ അത് തന്നെയാണ്. അവർ ദേ ആർ ഗോയിങ് ബാക്ക് ടു ദെയർ ഐഡൽസ്. ദേ ആർ ഗോയിങ് ബാക്ക് ടു പ്രൈസിങ് ദെയർ സെയിം തിങ്സ്. ഇതിന്റെ വലിയൊരു തെളിവാണ്. ഇവരുടെ പുസ്തകത്തിലുണ്ട്. അള്ളാഹുവിന്റെ മക്കളെ കൂടെ അവിടെ അവരോധിച്ചുകൊണ്ട് ഇനിയും ഇപ്പോൾ ആകെ ഒരു മേളിൽ നിന്നൊരു കല്ല് വന്നതേ ഉള്ളൂ. നമുക്കൊരു 3 കല്ലൂടെ അപ്പുറം ഇപ്പുറം ഇട്ട് ആ പെണ്ണുങ്ങളോട് വിരുത്തി കഴിയുമ്പോൾ നമ്മുടെ ഇന്റർനാഷണൽ വിഗ്രഹാരാധന അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്നതാണ്. നമുക്ക് അതെ, അപ്പോഴത്തേക്കിനും എല്ലാം ഒരു തീരുമാനത്തിലാകും. അപ്പോഴത്തേക്കിനും അള്ളാഹുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വരും. ഇത് നിങ്ങൾ നോക്ക്, ഇത് ഇവരുടെ പുസ്തകത്തിൽ തന്നെ എഴുതിയിരിക്കുക. ഇനിയും പറയുന്നത് എന്തുവാണ്? ദേ ആർ ദ ട്രൈബ്സ് ഓഫ് ഗുഷാൻ ഹു യൂസ് ടു അസ്യൂം ഇഹ്റം ഇൻ ദ നെയിം ഓഫ് മനാത്ത് ബിഫോർ ദേ എംബ്രേസ്ഡ് ഇസ്ലാം. ഐഷ ആഡഡ് ദേ വെർ മെൻ ഫ്രം ദി അൻസാർസ് ഹു യൂസ് ടു അസ്യൂം ഇഹ്റം ഇൻ ദ നെയിം ഓഫ് മനാത്ത് വിച്ച് വാസ് എൻ ഐഡൽ ബിറ്റ്വീൻ മെക്ക ആൻഡ് മദീന. മെക്കയും മദീനയ്ക്കും ഇടയിലുള്ള ഒരു വിഗ്രഹമായിരുന്നു ഈ മനാത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പെൺമക്കളാണെന്ന് ഖുറാനിൽ നമുക്ക് കിട്ടുന്നുണ്ട്. They said, "O Allah's messenger, we used not to perform the tawaf, sa'i between as-Safa and al-Marwa out of reverence to al-Manat." ഇതെല്ലാം ഇവരുടെ പുസ്തകത്തിൽ തന്നെ കൊടുത്തിരിക്കുന്ന സംഭവം. എങ്ങനെയാണ് ഈ മുസ്ലിങ്ങൾ ഈ വിഗ്രഹാരാധന ചെയ്തിട്ട് ഇവന്മാര് ഞങ്ങൾ ഏക ദൈവ ആരാധികളാണ് എന്ന് പറയാനുള്ള ഒരു നട്ടല്? ഏക അപ്പനും 3 മക്കളെ, പെണ്ണുമ്പളെ പിന്നെ പുള്ളി ഉപേക്ഷിച്ചു. അതുകൊണ്ട് തലാഖ് എന്നും പറഞ്ഞൊരു അധ്യായം തന്നെ വന്നു. അല്ല ബ്രദർ എന്ത് പറയാ? എനിക്കൊരു സംശയം. നേരത്തെ പറഞ്ഞല്ലോ അള്ളാഹുവിന് കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന അള്ളാഹുവിനെ നമുക്ക് കാണാൻ പറ്റും. അതേ നിലവിളി തന്നെയാണ് മിറിയമും നടത്തിയത്. അപ്പൊ സാധാരണ ഒരു മനുഷ്യനെ പോലെ. പക്ഷേ എന്റെ ക്വസ്റ്റ്യൻ ആണ്, എന്റെ കൺസേൺ അതല്ല. യഥാർത്ഥത്തില് ഈ സൂറ 18 50 തഫ്സീർ, ഖുർത്തുബിയുടെ തഫ്സീർ എടുത്ത് വായിച്ചു നോക്കുകയാണെങ്കിൽ അവിടെ സാത്താൻ എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ ഇച്ചിരി കൂടെ ബെറ്റർ ആയ ആളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഞാൻ ചോദിക്കുന്നത് ഈ സാത്താന്റെ പിൻഗാമികൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന് ഖുർത്തുബി പറയുന്ന അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള രീതിയാണ്. I knew that he would not have offspring except from a wife, so I said, yeah. Mujahid said, Satan inserted his vagina into his own vagina and laid 5 eggs. അപ്പൊ സാത്താൻ ഒരു സാത്താൻ സ്വന്തമായി തന്നെ സ്വന്തം സാത്താന് പിള്ളേരെ ഉണ്ടാക്കണമെങ്കിൽ സാത്താന്റെ ഒരു മെയിൽ ലൈംഗിക ഭാഗത്ത് നിന്ന് ഫീമെയിൽ ലൈംഗിക ഭാഗത്തിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ടാണ് പുള്ളി കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല, കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ കോഴിക്കുഞ്ഞാണ്. ഈ സാത്താൻ എപ്പോഴും കോഴിക്കുഞ്ഞാണ്, അല്ലെങ്കിൽ മുട്ടയിടുന്ന ജീവിയാണ്. അതുകൊണ്ടാണ് കോഴിക്കുഞ്ഞ് എന്ന് പറഞ്ഞത്. ആൻഡ് 5 egg 5 egg ഇട്ടിട്ടുണ്ട്. വാ ബ്രദറെ, ഇത് നോക്കുമ്പം സാത്താന് കോമഡി ഒന്നും ഉണ്ട് ബ്രദറെ. ഞാൻ വായിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് പറയാം. ഇറ്റ് വാസ് said he created him a penis in his right thigh and a vagina in his left. അതായത് സാത്താന്റെ ഒരു തൊടയില് പെനിസും മറ്റേ തൊടയില് വജീനിയും ഉണ്ടായിരുന്നു. അങ്ങനെ സാത്താൻ 5 മുട്ടയിട്ടു. ആ മുട്ടയുടെ പേര് സനാലബൂർ, ദാസീം, തബാർ, മിസ്വാർ ആൻഡ് അൽ അവാർ. എഴുതിയിരിക്കുന്നത് ഖുർത്തുബി. അപ്പൊ സ്വന്തമായി കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ
അള്ളാഹുവിന് ശക്തി ഇല്ലെങ്കിലും സാത്താന് ശക്തി ഉണ്ട്. അല്ല, അതിന്റെ റെഫറൻസ് ഒന്ന് ഇവിടെ താഴെ എഴുതിയിടണേ. ഖുറാന്റെ തഫ്സീറാണ് കുർത്തുബിയുടെ അല്ലേ? 18:50. കുർത്തുബി 18:50 18:50 കുർത്തുബിയുടെ തഫ്സീറാണ്. 18:50 കുർത്തുബിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇസ്ലാം സമൂഹത്തിൽ ആർക്കും നിരസ്കരിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ നിരസ്കരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പാത്തലാം. നസറിന് ഫോളോയിങ്ങിനോടുള്ള ചോദ്യം ചോദിക്കേ. ഫോളോയിങ് സുഖല്ലേ? ഹലോ, ഫോളോയിങ് സുഖല്ലയോ? അൽഹംദുലില്ലാഹ്. എന്തുവാ ഈ അൽഹംദു ലീ ലാഹ്? നിങ്ങളുടെ ദൈവം ലാഹാണോ നിങ്ങളുടെ ദൈവം അള്ളാഹാണോ? അല്ലാഹ്. അപ്പൊ പിന്നെ അൽഹംദുലി അള്ളാഹ് എന്താ പറയാഞ്ഞേ? അൽഹംദുലി ലാഹ് എന്താ പറഞ്ഞേ? പോട്ടെ. നീ എടുക്കത്തില്ല. ഫോളോയിങ് അല്ല, വേറെ ഒരുത്തനും എടുക്കത്തില്ല. അതുകൊണ്ട് ആയത്തിലേക്ക് വാ. സൂറ 19 അതിന്റെ 70-71. ഇത് ഞങ്ങൾ എത്ര പ്രാവശ്യം അടിച്ചിട്ടുള്ളതാണെന്നറിയോ? നീയൊന്നും ഒരെണ്ണം പോലും എടുക്കത്തില്ല ഇത്. അൽഹംദുലില്ലാഹ്. ഈ അൽ എന്നുള്ളത് അറബിയിലെ ആർട്ടിക്കിൾ അല്ലേ? ആർട്ടിക്കിൾ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണോ? ബ്രദറെ, അതിലേക്ക് ഇപ്പൊ പോകണ്ട. ഫോളോയിങ് പിന്നെ അതിലേക്ക് കയറും. അങ്ങോട്ടൊന്നും പോണ്ട. നമുക്ക് ഇപ്പൊ ഒന്നും പോകണ്ട. ഇപ്പൊ കേറാൻ സമ്മതിക്കരുത്. എന്റെ ചോദ്യം ഇത്രമേ ഉള്ളൂ. അള്ളാഹു നിങ്ങളെ ഓരോരുത്തരെയും നരകത്തിൽ വിടുക തന്നെ ചെയ്യും. ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഇതിനകത്ത് മാറ്റം വരുത്തത്തില്ല എന്ന് അള്ളാഹു പറയുന്നു. എന്തിനാണ് നിങ്ങൾ പിന്നെ അള്ളാഹുവിനെ ഫോളോ ചെയ്യുന്നത്? സൂറ 19 സൂറത്തുൽ മറിയം അതിന്റെ 69, 70, 71. എടുക്കട്ടെ. സൂറ മറിയമാണോ? സൂറ മറിയം 68. മറിയം. സൂറ മറിയം. ഹേ സ്ത്രീയെ എന്ന് പറഞ്ഞ ആ മറിയം അല്ലേ? ഓക്കെ. അതിന്റെ എത്രാമത്തെ ആയത്താണ്? ഏതോ ഒരു മറിയം, ആർക്കറിയാം ആരാന്ന്. 69, 70, 71. 69. ഹേ സ്ത്രീയെ, ഞാനും നീയും തമ്മിൽ എന്ത് തേങ്ങയാണെന്ന് വെച്ചിട്ടുണ്ട് ഒരു സ്ഥലത്ത്. 69 എടുത്തു. എന്താ വേണ്ട പറയൂ. വായിച്ചു മലയാളത്തിൽ വായിച്ചു. പിന്നീട് പരമകാരുണികനായുള്ളവനോട് കൂടുതൽ ധിക്കാരം കഠിനമായിരുന്നവരേതോ അവരെ എല്ലാ കക്ഷികളിൽ നിന്നും നാം വേർതിരിക്കുന്നതാകുന്നു. ധിക്കാരം കഠിനമായുള്ളവരോട്. പിന്നെ അവരിൽ കടന്നു എരിയുവാൻ അവരിൽ ഏറ്റവും അർഹതയുള്ളവരെ കുറിച്ച് നാം നല്ലവണ്ണം അറിയുന്നവനാകുന്നു. അതിനടുക്കൽ വരുന്നവരല്ലാതെ നിങ്ങളിൽ അതിനടുത്ത് വരുന്നവരായി നിങ്ങളിൽ ആരും തന്നെ ഇല്ല. അപ്പം വരുന്നവരായില്ലാതെ നിങ്ങളിൽ ആരും തന്നെ ഇല്ല. അപ്പം എല്ലാവരും എവിടെ വരും? നരകം കാണും. നരകം കാണിച്ചിട്ട് തന്നെ നമ്മള് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുള്ളൂ. അത് പുതിയ കാര്യമൊന്നുമല്ല. അള്ളാഹു നിങ്ങളെ എല്ലാവരെയും നരകത്തിലേക്ക് കൊണ്ടുപോകും, ശരിയല്ലേ? നരകത്തിന്റെ അടുത്ത് വരെ കൊണ്ടുപോകും സഹോദര. അടുത്ത് വരെ എവിടാ? ടിൽ ദ ക്ലോസ്നെസ്, ടിൽ ദ നിയർ ടു ദ ഹെൽ എന്നാ എവിടെ എഴുതിയിരിക്കുന്നത്? ഇലാ വാരിദുഹ എന്ന് പറയില്ലേ? ഇല്ലാ വാരിദുഹ എന്ന് പറയില്ലേ? എന്തോ അതിനടുക്കൽ വരുന്നവരല്ലാതെ ആരുമില്ല, എല്ലാരും നരകത്തിന്റെ ഇടവരെ. അപ്പം നരകത്തിന്റെ അടുത്ത് വരെ നിങ്ങളെ കൊണ്ടുപോയി. പിന്നെ എന്നാ വേണ്ടിയത്? നരകത്തിന്റെ അടുത്ത് വരെ ഞങ്ങൾക്ക് കാണിച്ചു തരും. എന്നിട്ട് ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവിധി ഉണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് കടത്തും. ചില ആളുകൾ അതിൽ വീഴും. അപ്പൊ ആർക്കും അറിയത്തില്ല. നിങ്ങൾക്ക് വല്ല കൺഫർമേഷൻ ഉണ്ടോ? നരകം കാണിക്കും. അല്ല, നിങ്ങൾക്ക് കൺഫർമേഷൻ, നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള കൺഫർമേഷൻ വല്ലതും ഉണ്ടോ? അതൊക്കെ പറഞ്ഞത് ദൈവം പറഞ്ഞ് കേട്ടാ മാത്രം നരകത്തിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് ഗ്യാരണ്ടിയാണ്, ശരിയല്ലേ? നരകത്തിന്റെ അടുത്ത് നിങ്ങൾക്ക് പോകുന്നത് ഗ്യാരണ്ടിയാണ്. അത് ഗ്യാരണ്ടി അല്ലേ?
നരകത്തിന്റെ അടുത്ത് ഞങ്ങളല്ലേ, എല്ലാവരും നരകം കാണും. നരകത്തിന്റെ എല്ലാവരും അടുത്ത് അവിടെ വരെ നിൽക്കട്ടെ. പോകും. ഇത് ഈ ഖുറാൻ പറയുന്നത് നിങ്ങളോടാണ്. ഈ നിങ്ങളിൽ ആരും തന്നെ മുസ്ലിങ്ങളോടാണ് ഇത് പറയുന്നത്, അല്ലാതെ ബഹുദൈവ വിശ്വാസികളോടൊന്നും അല്ല പറയുന്നത്. അതുകൊണ്ട് നരകം അപ്പൊ യാ അള്ളാഹു ഗ്യാരണ്ടി അയ്യുഹന്നാസ് തരുന്നുണ്ടല്ലോ. ജനങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്നും മനുഷ്യരല്ലേ? ഞങ്ങള് മാത്രമാണോ മനുഷ്യര്? മുഹമ്മദ് ആ, അവിടെ ആ, ആ, ആ. ഉള്ളവരോടല്ലേ അങ്ങനെ പറയുന്നത്, പറയാം, അത് അവിടെ ഉള്ള മോശമല്ലേ? മുസ്ലിങ്ങളോട് ഇതൊക്കെ തന്നെയല്ലേ പറയുന്നത്. അതുകൊണ്ട് ഫോളോയിങ് ഇത് പറയൂ. നിങ്ങൾ എന്നൊക്കെ ഖുർആനിൽ എത്ര സ്ഥലത്ത് കണ്ടു? ഫോളോയിങ് അതൊക്കെ മുസ്ലിങ്ങളാണോ? യാ അയ്യുഹൽ ഇതാരോടാ പറയുന്നത്? കാഫിറൂൻ, ഇതാരോടാ ഈ പറയുന്നത്? സത്യനിഷേധികളെ, അതും ഞങ്ങളാണോ? ഇത് ആരോടാ പറയുന്നത്? യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് അള്ളാഹു ഇവിടെ ജിബ്രീൽ കാഫിറൂന്ന് മുഖേന പറയുന്നില്ലല്ലോ. നബിയോട് പറയുമ്പോ നബി കാഫിറാണോ സഹോദര? ഇവിടെ കാഫിർ പറയുന്നില്ല. ഇവിടെ പറയുന്നത് ഇവിടെ അല്ല, ആരോടാണ്? വേറെ ഇത് ഞാൻ മാത്രല്ലല്ലോ, വേറെ അല്ല. ഒരുപാടില്ലേ. ഇവിടെ നമ്മളിപ്പോ ഡിസ്കഷൻ ചെയ്യുന്നത് ഈ പോയിന്റ് ആണ്. ഫോളോയിങ് എന്താ ചാടല്ലേ. ഫോളോയിങ്ങിന്റെ വിവരക്കേട് എവിടെ എനിക്ക് പണ്ടേ ചാടുന്നു? നിങ്ങൾ അറിയാം. താഴെ ഇടുന്നല്ലോ, ഞാൻ ഇവിടെ ഇന്നലെ ആരോടാ ചാടിപ്പോയിന് പറയുന്നത്? ഇവിടുന്ന്. ഇവിടെ ആരോടാ പറയുന്നത്? നിങ്ങളിൽ എന്ന് പറഞ്ഞത് എല്ലാവരോടുമാണ്. അതെല്ലാവരോടുമാണ്. ഫോളോയിങ് പറയുന്നത് കേൾക്കൂ. നിങ്ങളെ ഓരോരുത്തരെയും, അപ്പൊ മുസ്ലിങ്ങളെ ഓരോരുത്തരെയും നരകത്തിന്റെ അവിടെ നിന്ന് അള്ളാഹു കൊണ്ടുവരുന്നു. ഇത് അള്ളാഹു ചെയ്തതിന് ശേഷം നരകം നിറഞ്ഞു കഴിയുമ്പോൾ ഫൈനലി അള്ളാഹു എന്ത് ചെയ്യും? എന്റെ സഹോദര 67-ാമത്തെ ആയത്ത് നരകം നിറച്ചു നരകം നിറഞ്ഞു കഴിയും. മനുഷ്യരെയെല്ലാം നരകത്തിൽ ഇട്ടതിനു ശേഷം അള്ളാഹു എന്ത് ചെയ്യും? അതല്ലല്ലോ ആദ്യം ചോദിച്ചത്. നിങ്ങളെ ഓരോരുത്തരെയും മുസ്ലിങ്ങളെ എത്ര കാലായി ഒരാളെ സംസാരിക്കാൻ സമ്മതിക്കണ്ടേ? നിങ്ങൾ ചോദിച്ച ചോദ്യം എനിക്ക് മനസ്സിലായി. ആദ്യം ചോദിച്ച ചോദ്യം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് നമുക്ക് വരാം. ചാടല്ലെന്ന് നിങ്ങളല്ലേ പറഞ്ഞേ? അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞല്ലോ. നിങ്ങൾ പറഞ്ഞ ഞാൻ മുസ്ലിങ്ങളാണോ എന്നുള്ളത് ഞാൻ തെളിയിച്ചു തരാം. റെഫറൻസ് ആക്കണേ. നിങ്ങൾ 69 മുതലല്ലേ എന്നോട് വായിക്കാൻ പറഞ്ഞത്? സ്കോളർ റെഫറൻസ്. ഖുർആൻ എടുത്തിരുന്നു. ഖുർആൻ ഗിവ് മീ സ്കോളർലി എക്സ്പ്ലനേഷൻ. അതാ 69-ന്റെ തൊട്ടുമ്പോ 67 വായിക്ക്. ആരാണതെന്ന് മനസ്സിലാവും. 67 വായിക്ക്. സ്കോളർലി ഇതിനെക്കാളും വലിയ എന്ത് റെഫറൻസ് ആണ്? ഖുർആനെക്കാളും വലിയ റെഫറൻസ് ഇസ്ലാമിക ലോകത്തോ? അതിനടുത്ത് നരകത്തിനടുത്ത് വരാത്തവരായി നിങ്ങളിൽ ആരും തന്നെയില്ല. നിന്റെ രക്ഷിതാവിന്റെ 67 വായിക്ക് സഹോദരൻ. എന്തിനാ പേടിക്കണം? എന്തിനാ? നമുക്ക് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് പോവാം. 71 നേരെ 67 എന്തിനാ പോകുന്നത്? 69 നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ എന്ന് പറഞ്ഞു അത് മുസ്ലിങ്ങളാണെന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പൊ മുസ്ലിങ്ങളല്ല, മേലെ നോക്കൂ 67 ആരാണ് നിങ്ങൾ എന്നുള്ളത്. താങ്കൾ പറഞ്ഞല്ലോ അത് മുസ്ലിങ്ങളും പോകുമെന്ന്. എല്ലാവരും എന്നാണത്. നിങ്ങൾ എന്ന് പറഞ്ഞ മനുഷ്യരെല്ലാവരും പോകും. അതാ പറഞ്ഞ 67 അപ്പൊ മനസ്സിലാവും. മനുഷ്യരവിടെ നിൽക്കട്ടെ ബ്രദറെ. മുസ്ലിങ്ങൾ മനുഷ്യരായിട്ട് കണക്കിടാൻ പറ്റത്തില്ല. അവര് വേറെ ഒരു വിഭാഗമായിട്ട് കണക്കിടാൻ പറ്റത്തുള്ളൂ. മൃഗങ്ങൾ ചെയ്യാത്ത പ്രവൃത്തികളും മുസ്ലിങ്ങൾക്ക് ചെയ്യാം. ശവഭോഗം, മൃഗഭോഗം, പിന്നെ കുഞ്ഞുങ്ങളുമായിട്ട് ലൈംഗിക ബന്ധം ചെയ്യുക, അതുപോലെ തന്നെ ഇതെല്ലാം. അപ്പൊ മുസ്ലിങ്ങളെ ഒരു വേറെ കാറ്റഗറിയിലേ പെടുത്താൻ പറ്റത്തുള്ളൂ, മനുഷ്യരായിട്ട് കാറ്റഗറി പെടുത്താൻ പറ്റത്തില്ല ബ്രദറെ. ഇവിടെ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കൂ. അള്ളാഹു മുസ്ലിങ്ങളോടാണ് പറയുന്നത്. പറയാനെങ്കിലും പഠിക്കും. ഇപ്പോഴും അല്ലാതെ തന്നെ പിന്നെ എന്തുവാ പറയേണ്ടത്? ഏത് വേർഡും ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഞങ്ങൾ പറയുന്ന വേർഡ് പറയാൻ പറ്റുന്നില്ല. എന്തൊരു കഷ്ടമാണ്. ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാവുള്ളൂ. ഫോളോയിങ് അൽ ലാഹ് എന്ന് പറഞ്ഞാൽ ദി, ലാഹ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദൈവത്തിന്റെ പേര്. അതുകൊണ്ടാണ് താങ്കൾ ഇപ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞത്. നിങ്ങളുടെ ദൈവത്തിന്റെ പേര് ലാഹ് എന്ന്. അൽ ലാഹ് ശരിയല്ലേ? അപ്പൊ ഞങ്ങൾ എന്താ വേണ്ടേ? ശരിയല്ലേ? അല്ലാഹു അക്ബർ ശരിയല്ലേ? അൽ ലാഹ് അല്ലേ നിങ്ങളുടെ ദൈവത്തിന്റെ പേര്? ലാഹ് അല്ലേ? ലാഹ് എന്ന ദൈവമല്ലേ നിങ്ങളുടെ ദൈവം? എന്താ ചിരിക്കുന്നത്? എന്തിനാ ചിരിക്കുന്നത്? അല്ലാഹു അക്ബർ എങ്ങനെയാ പറയേണ്ടത്? അപ്പം പിന്നെ അൽഹംദുലില്ലാഹ് എന്തിനാ താങ്കൾ ഇപ്പം കേറി വന്നപ്പം പറഞ്ഞേ? 2 ലാമുണ്ട് സഹോദര. കഴിഞ്ഞിട്ട് 2 ലാമുണ്ട്. അൽഹംദുലില്ലാഹ് എന്ന് താങ്കൾ കേറി വന്നപ്പോൾ എന്തിനാ പറഞ്ഞേ? അൽഹംദുലില്ലാഹ് എന്താ പറഞ്ഞത്? പല്ലി എന്ന് പറഞ്ഞ പോലെയല്ല പലക എന്ന് പറയുന്നത്. ഒന്ന് ലാണ്, 2 ലാണ്. ഫോളോയിങ് ജെന്റിൽ ബ്രദറെ, വിഷയം എന്തുവാണെന്ന് അറിയാമോ?
ഇപ്പൊ മൈക്ക് എടുക്കല്ലേ, ഞാൻ ജെന്റിലിനോട് വിഷയം എന്തുവാണെന്ന് പറയട്ടെ. നീ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യേ. മൈക്ക് മ്യൂട്ട് ചെയ്യൂ സഹോദര. ജെന്റിൽ ബ്രദറെ, ഡിസ്കഷൻ പോയിന്റ് സൂറ മറിയം 19 അതിന്റെ 70-71. അതിനടുത്ത് എന്ന് പറഞ്ഞാൽ നരകത്തിനടുത്ത് വരുന്നവരായി നിങ്ങളിൽ ആരും തന്നെ ഇല്ല, വരാത്തവരായി നിങ്ങളിൽ ആരും തന്നെ ഇല്ല. അപ്പൊ അള്ളാഹു ഇവർക്ക് ഗ്യാരണ്ടി ചെയ്യുകയാണ്, ഇവരെല്ലാവരും നരകത്തിനടുത്ത് വരും. ഗ്യാരണ്ടിയാണ്. സ്വർഗത്തിൽ പോകുന്ന ഇവർക്ക് ഒരു ഗ്യാരണ്ടിയും ഇവർക്കില്ല. ഒരു മുസൽമാനും ആ ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. നിന്റെ രക്ഷിതാവിന്റെ ഖണ്ഡിതവും നടപ്പിൽ ലാക്കപ്പെട്ടതുമായ ഒരു തീരുമാനമാകുന്നു അത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത ആയത്ത്, പിന്നീട് ധർമ്മനിഷ്ഠ പാലിച്ചവരെ നാം രക്ഷപ്പെടുത്തുകയും ചെയ്യും. അത് ആരാ തീരുമാനിക്കുന്നത്? ആർക്കറിയാം? എങ്ങനെ വരും? ധർമ്മനിഷ്ഠ പാലിക്കുന്നവരെ ഫോളോയിങ്. അവിടെ നീക്കി ഫോളോയിങ്. ഇതാണ് നമ്മുടെ ഡിസ്കഷന്റെ പോയിന്റ്. കാര്യം പിടികിട്ടിയോ? അത് അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ നമുക്ക് തൽക്കാലം ഈ ലാഹിനൊന്ന് പിടിച്ചു നോക്കാം. ലാഹ് ഇത്ര നേരം പുള്ളി ഭയങ്കര ഡയലോഗ് അടിക്കണ്ടായിരുന്നു. സോറി, ആരോ ഇടപെട്ടു. ഒറ്റ സെക്കൻഡ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇദ്ദേഹം ഇവിടെ പറഞ്ഞു ഈ നരകത്തിനകത്തോട്ട് അടുപ്പിക്കത്തേ ഉള്ളൂ, അല്ലെങ്കിൽ നരകത്തിന്റെ അടുത്തേക്ക് അങ്ങനെ അവിടെ ഇല്ല സാം ബ്രദറെ, അടുപ്പിക്കുന്നു എന്നുള്ള കാര്യമില്ല. അല്ല, ഹദീസ് അതല്ല പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് കള്ളനായിട്ട് മാറും. അപ്പൊ ഞാൻ ഹദീസൂടെ കൂട്ടത്തിൽ വായിച്ചേക്കാം സാം ബ്രദറെ. ഹദീസ് നമ്പർ വലിയ ഹദീസാ. സഹീഹ് ബുഖാരി 65-73 സെൻട്രൽ പാർട്ട്നർ ഇങ്ങനെ പറയുന്നത് 6.73. അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഞാൻ എന്റെ ജസ്റ്റ് പറയാം. വി വിൽ ഓർഡർ ദ ഏഞ്ചൽസ്. ഓക്കെ, ഇങ്ങനെ പറയാം. ഹി സ്ലേവ് and intends to take out of the fire whoever he wishes to take out of among them who used to testify that no one had the right to worship but Allah. We will order the angels to take them out, and the angels will know them by the mark of traces of prostration. അതായത് ഈ കുമ്പിട്ട് തലയിട്ട് തല കൊണ്ടുവന്നിട്ട് സിമിജോറെ കൊണ്ട് ഇരിക്കില്ല, തഴമ്പുണ്ടാക്കത്തില്ലേ, ആ തഴമ്പ് കണ്ടിട്ട് ആളുകൾ അതിനകത്ത് എടുക്കൂന്നാ പറഞ്ഞത്. എന്ന് വെച്ചാൽ നരകത്തിനകത്ത് ഇട്ടിട്ടാണ് എടുക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞ എന്താണ്, നരകത്തിന്റെ വാതൊക്കെ കൊണ്ടുവന്ന ടൂറിസ്റ്റ് കേന്ദ്രം പോലെ മൃഗശാലയെ കൊണ്ട് കാണിക്കുന്നവരെ കൊണ്ട് കാണിച്ചിട്ട് അല്ലാക്കും അതുവഴി ടൂറിസ്റ്റ് ബസ് ഓടിച്ചു പോകുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ ജെന്റിൽ ബ്രദർ. അത് വാലിഡ് പോയിന്റ് ആണ്. ഞാൻ ആ ഹദീസൂടെ നമുക്ക് ഇപ്പം ഖുറാന്റെ ആയത്ത് മാത്രമല്ലല്ലോ, നമുക്ക് ഹദീസും കൂടെ അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് തന്നെ വായിക്കാം. സഹീഹ് ബുഖാരി 6573 അല്ലേ? ഞാനത് വേണമെങ്കിൽ ഞാനത് പിൻ ചെയ്യും. അപ്പൊ ഇവിടെ ഫോളോയിങ് പറഞ്ഞത് കള്ളമായി. ഫോളോയിങ് എന്താ പറഞ്ഞ്, അടുപ്പ് സൈഡിലോട്ട് കൊണ്ടുപോകത്തേ ഉള്ളൂ. പക്ഷെ ഒന്നുകിൽ മുഹമ്മദ് പറയുന്നത് കള്ളം, അല്ലെങ്കിൽ ഫോളോയിങ് പറയുന്നത് കള്ളം. സഹീഹ് ബുഖാരി 6573 ഇത് ഞാൻ മേളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ച് മുന്നിലോട്ട് പോകാം. Sahih al-Bukhari 6573 narrated Abu Hurairah. People said, "Oh Allah's Messenger, shall we see our Lord on the day of resurrection?" സെൻട്രൽ പാർട്ട് വന്നിട്ട് ഫോർഹെഡ് എന്ന് പറഞ്ഞതാണ്. forehead. FOREHEAD. ഇനി നമുക്ക് ഇവിടുന്ന് വായിക്കാം. സം പീപ്പിൾ തൊട്ട് തന്നെ നമുക്ക് വായിക്കാം. സം പീപ്പിൾ എവിടെ പോയി? ഒരു മിനിറ്റ്. ഫോർഹെഡ്. Some people will be ruined because of their evil deeds, and some will be cut into pieces and fall down in hell, but will be saved afterwards. Fall down in hell. Following അടുപ്പിക്കോ? fall down. നീയൊക്കെ fall down ചെയ്യുമെന്ന് ഹെല്ലിനകത്ത്. but will be saved afterwards. നരകത്തിനകത്ത് പോവും. അത് കഴിഞ്ഞിട്ട് ഇവനെ അള്ളാഹു രക്ഷിക്കുന്നത്. എന്തിനാ പിന്നെ നരകത്തിൽ വിടുന്നത്? ആർക്കറിയാം. when Allah has finished the judgment among his slaves, അവന്റെ അടിമകളുടെ മണ്ടയ്ക്ക്. മനസ്സിലാവുള്ളൂ. അബ്ദുള്ള സഹോദര പ്ലീസ് ഞാൻ ഇതൊന്ന് വായിച്ചു തീർക്കട്ടെ.
അടങ്ങിയിരിക്കൂ ഫസ്റ്റ് മുതൽ പ്ലീസ്. വായിക്കുക. അപ്പൊ ആരെയാണ് നരകത്തിലിട്ട് പിന്നെ രക്ഷപ്പെടുത്തണെന്ന് വായിക്കുക സഹോദര. എന്താ ഇങ്ങനെയൊക്കെ ബാലിശമായി കഴിഞ്ഞാൽ എങ്ങനെയാന്ന് അബ്ദുള്ള അത് കുറച്ചൊക്കെ സത്യസന്ധത മനസ്സിലാകുന്നുണ്ടല്ലോ വേണ്ട. ബ്രദറെ. ഒരു ശതമാനം എന്റെ പൊന്നു സഹോദര സത്യസന്ധത അബ്ദുള്ള ആവാം, അതൊന്നും അബ്ദുള്ള അത് തെറ്റൊന്നുമില്ല. മനസ്സിലാകും. അബ്ദുള്ള അത് ഒന്നും മനസ്സിലാകുന്നുണ്ട്. ചെയ്യൂല നിങ്ങളെ യഹോവ. അബ്ദുള്ള ഒരു അത് ശതമാനമൊക്കെ ആവാം. മനസ്സിലാകുന്നുണ്ട്. അബ്ദുള്ള അത് മനസ്സിലാകുന്നുണ്ട്. കാരണം പറയാം, റെഫറൻസ് വായിക്കുമ്പോൾ താങ്കൾക്ക് ഈ കാര്യം പിടികിട്ടും. എന്താണ് അതിനകത്തു താങ്കൾക്ക് പിടികിട്ടും. ദേ സൂക്ഷിച്ചു കേൾക്കുക. അവിടെ പറയുന്നത് എന്താണ്? When Allah has finished his judgment among his slaves, മുസ്ലിങ്ങളെ പറ്റിയാ പറയുന്നത്. ആൻഡ് intend to take out of the fire whoever he wishes to take out. അള്ളാഹു ഈ നരകത്തിൽ ഇട്ട അടിമകളെ, മുസ്ലിങ്ങളെ അള്ളാഹു ആഗ്രഹിക്കുമ്പോൾ അള്ളാഹു ഈ ജഡ്ജ്മെന്റ് നടത്തിയതിനു ശേഷം അവരെ വെളിയിലെടുക്കുന്നു. ആൻഡ് intend to take out of the fire whoever he wishes to take out from among those who used to testify that none had the right to be worshipped but Allah. അതിനകത്ത് അള്ളാഹു അല്ലാതെ വേറെ ആരും യോഗ്യനില്ല എന്ന് പറയുന്നവരെ വെളിയിലോട്ട് എടുത്തും. ഇനി എങ്ങനെ എടുക്കുന്നതെന്ന് മുന്നിലോട്ട് പറയുന്നുണ്ട്. വി വിൽ ഓർഡർ ദി ഏഞ്ചൽസ് ടു ടേക്ക് ദം ഔട്ട് ആൻഡ് ദി ഏഞ്ചൽസ് വിൽ നോ ദം ബൈ ദ മാർക്ക് ഓൺ ദെയർ ഫോർഹെഡ് ട്രേസസ് ഓഫ് പ്രോസ്ട്രേഷൻ. ഈ തല ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിട്ട് തലയിൽ ആ മാർക്ക് വരുന്നവരെ നോക്കിയിട്ടായിരിക്കും ഏഞ്ചൽസ് എടുക്കുന്നത്. ഉറക്കം വരുന്ന ചെറിയ വേഗം പറഞ്ഞ് തീർക്കണേ, നമുക്കിത് പരിപാടി സലാമത്താക്കാം. അപ്പം ഫോളോയിങ് ഇവിടെ പറഞ്ഞത് നരകത്തിന്റെ അടുത്തേക്ക് പറയട്ടെ ചങ്ങായി, ഞാൻ എന്തെങ്കിലും പറയട്ടെ, വായ തുറക്കട്ടെ ചങ്ങായി. ഒരു മിനിറ്റ് ഫോളോയിങ് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം, അത് കഴിഞ്ഞിട്ട് താങ്കൾക്ക് അതിനാദ്യം ഞാൻ വായും തുറക്കട്ടെ. ബേജാറാവല്ലേ? എന്ത് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറ. നീ വാ തുറക്കുകയാണ്. ബേജാറാവല്ലേ? ഒരു മിനിറ്റ് കൊണ്ട് എന്തിനു ബേജാറാവണേ? ഫോളോയിങ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഫോളോയിങ് നീ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറ. നിന്റെ വിവരക്കേട് പറയാനും കേൾക്കാനും ഉള്ള സ്ഥലമല്ല ഇത്. നിന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാമെങ്കിൽ മേളിക്കേറ്റും. നീ ഇവിടെ പറഞ്ഞത് നരകത്തിന്റെ അറ്റത്തിലൂടെ, വാതുക്കലിലൂടെ കൊണ്ടുപോകുമെന്നാണ്. പക്ഷെ അവിടെ അതില്ല ഫോളോയിങ്. അവിടെ പറയുന്നത് ആദ്യം നരകത്തിനെടുത്ത് കൊണ്ടുവിടും. ഇട്ടതിന് ശേഷം അള്ളാഹു അല്ലാതെ വേറെ ആരാധ്യനാരുമില്ല എന്ന് വിശ്വസിക്കുന്നവനെ ഏഞ്ചൽസ് അവരുടെ തലയിലെ മാർക്ക് നോക്കിയിട്ടാണ് മേളിലോട്ട് കയറ്റുന്നത്. മാർക്ക് നോക്കിയിട്ട് അവൻ അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ നോക്കുക. ജെന്റിൽ ബ്രദറെ, അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ നോക്കിയിട്ടാണ് അവന് എനിക്ക് പറയാൻ എന്താ പറയാ, ഇവന്മാരുടെ ഇരവാദം നമുക്കറിയത്തില്ലയോ? ഇരവാദ കരച്ചിലുകാര് ചുമ്മാ സമയം കൊല്ലിയാണ് ജെന്റിൽ ബ്രദറെ. സമയം കൊല്ലാൻ വേണ്ടി മാത്രം വരുന്നവന്മാര്. ഇപ്പൊ തീരുമാനമായിക്കോരാം. ഒരു മിനിറ്റ് കൊണ്ടാ ഉത്തരം ഞാൻ പറഞ്ഞു തരാം. ഒരു മിനിറ്റ്. ആരാണ് ഈ മാന്യൻ? ആരപ്പത് പറഞ്ഞു? താങ്ക് യു. ഒരു മിനിറ്റ്. ഞങ്ങളൊക്കെ മാന്യന്മാരാ. ഒറ്റ മിനിറ്റ്. ഞാൻ തെറി ഒന്നും വിളിക്കൂല. ഒരു മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ മ്യൂട്ട് ചെയ്യുക, താഴെ ചെയ്യുക. കൃത്യം ഒരു മിനിറ്റ് കൗണ്ട് ചെയ്തു. 59 സെക്കൻഡ്. ഒരു സെക്കൻഡിന്റെ ഭാഗങ്ങൾ എടുത്തോ. ഞാൻ പറയാൻ പോണ്. റെഡി, സ്റ്റാർട്ട്. അതായത് 67-ാമത്തെ ആയത്തിൽ തന്നെ ആദ്യം അത് പറഞ്ഞു. എന്ത്? മനുഷ്യരെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അതായത് ഇങ്ങനെ കേട്ടോ, അലാ യദ്കുറുൽ ഇൻസാൻ, മനുഷ്യർ ഓർക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് 67 തുടങ്ങുന്നത്. പിന്നെ നിങ്ങൾ 69 വായിച്ചത്, അത് എല്ലാ മനുഷ്യരും നരകത്തിന് മുമ്പിലെത്തും. പിന്നെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞത്, അതായത് നരകത്തിൽ പ്രവേശിപ്പിച്ചിട്ട് സ്വർഗത്തിൽ എടുക്കുന്ന ആളുകൾ, അതായത് ദൈവം ഒന്നേ ഉള്ളൂ, അതിൽ ദൈവത്തിൽ പങ്കു ചേർക്കാത്ത ആളുകളെ അവരുടെ ബാക്കിയുള്ള തിന്മകൾ, വ്യഭിചാരം, കള്ളുകുടി, ഇങ്ങനെ ബാക്കിയുള്ള തിന്മകളുടെ ശിക്ഷ നരകത്തിൽ നിന്ന് തീർന്നു കഴിഞ്ഞാൽ അവരെ സ്വർഗത്തിലേക്ക് എടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് സിമ്പിൾ ആണ്. ആ ഹദീസ് ഫസ്റ്റ് മുതൽ വായിച്ചാൽ മനസ്സിലാവും. ഓക്കെ, അല്ലാതെ മുഹമ്മദ് നബി നരകത്തിലിട്ട് പുറത്തെടുക്കില്ല. 59 സെക്കൻഡ് ആയോ സഹോദര? നിങ്ങൾ ഏത് വാച്ചാ ഉപയോഗിക്കുന്നത്? FF അടിച്ച് ഫോളോയിങ് ഇപ്പോൾ പറഞ്ഞത് പച്ചക്കള്ളമാണ്. എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഇവിടെ ഖുറാന്റെ ആയത്തിനകത്ത് നരകത്തിന്റെ വാതിലിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് തിരിച്ചു വിളിച്ചുകൊണ്ട് അള്ളാഹു മുസ്ലിങ്ങളെ കൊണ്ടുപോകും എന്നൊന്നും അവിടെ പറയുന്നില്ല. വളരെ വ്യക്തമായിട്ട് ജെന്റിൽ ബ്രദർ, ഈ ഹദീസിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നു, അവന്റെ അടിമകളെ, അള്ളാഹുവിന്റെ അടിമകൾ ആരാണ്?
മുസ്ലിങ്ങൾ. അള്ളാഹുവിൻ്റെ അടിമകളെ നരകത്തിൽ ആദ്യം ഇടും, എന്നിട്ട് അള്ളാഹു നരകത്തിൽ നിന്നും അവരെ രക്ഷിക്കും. എപ്പോഴാണ്? അള്ളാഹു അല്ലാതെ വേറെ ആരും ആരാധ്യനില്ല എന്ന് വിശ്വസിക്കുന്നവരെ. അതാരായിരിക്കും? മുസ്ലിങ്ങളായിരിക്കും. അവിടെ പറയുന്നത് എന്താണ്? മുസ്ലിങ്ങളുടെ തലയിലെ നരം, ഈ നരച്ച ആ ഭാഗം നോക്കിയിട്ടാണ്, തഴമ്പിച്ച ആ ഭാഗം നോക്കിയിട്ടാണ് മുസ്ലിങ്ങളെ രക്ഷിക്കുന്നത്. അല്ലാതെ അവിടെ ക്രിസ്ത്യാനിയോ യഹൂദനോ എന്നുള്ള പരിപാടിയില്ല. ഫോളോയിങ് ഇവിടെ പച്ചക്കള്ളമാണ്. കേൾവിക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഫോളോയിങ് നോക്കുന്നത്. ഫോളോയിങ് ആ കള്ളം ആദ്യം നാസിം ഭായി, വേറൊരു പ്രൂവ് ചെയ്തിട്ട് കാര്യമുണ്ട്. പോയാൽ മതി. വേറൊരു കാര്യമുണ്ട്. കള്ളം ഞങ്ങള് പ്രൂവ് ചെയ്യാൻ എന്നെ മദ്രസ കൊണ്ട് പഠിക്കുമ്പോഴേ കഴിയില്ല. സത്യമാണെങ്കിൽ മദ്രസ നമ്മൾ പ്രൂവ് പഠിക്കുമ്പോഴേ ചെയ്ത് ഫോളോയിങ് ഇപ്പം ഫോളോയിങ് ഒരു പറഞ്ഞത് മിനിറ്റ് കള്ളമാണ്. അത്രേ ഉള്ളു ഒരു കാര്യം. മിനിറ്റ് ഫോളോയിങ് അത് ഞാൻ പറയാം. നിങ്ങളാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഫോളോയിങ് മനസ്സിലായോ? നിങ്ങൾക്ക് ഞാനല്ല. വേണ്ടി ഞാൻ ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് ഫോളോയിങ് പ്രൂവ് ചെയ്യേണ്ടത്. എന്തൊരു വേണ്ടിയിട്ട് മണ്ടന്മാരത്. ഞാൻ പറയാം. ഒരു മിനിറ്റ് ഇരിക്കി. നിങ്ങൾ ഈ ഫോളോയിങ്ങിന് പേര് മാറ്റി ജെന്റിൽ ബ്രദറെ ജെന്റിൽ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ജെന്റിൽ ബ്രദറെ ഇവന്റെ പ്രശ്നം എന്താണെന്നറിയോ? കേറി വന്നു കഴിഞ്ഞാൽ ഇവൻ മൈക്ക് തിന്നും. ഇതാണ് ഇവന്റെ പ്രശ്നം. ഇതിപ്പോ മൈക്ക് തിന്നുന്ന പരിപാടിയാണ് അവന്. നാസിം ഭായി ഒരു മിനിറ്റ്. ഞാൻ ഫോളോയിങ്ങിന് വേണ്ടി ഒന്ന് സംസാരിക്കുകയാണ്. ഞങ്ങളുടെ ഇസ്ലാമിൽ അങ്ങനെയല്ല. ഞങ്ങളുടെ ഇസ്ലാമില് വ്യത്യാസമുണ്ട്. നരകമുണ്ട്. നരകത്തിന്റെ മുകളിൽ ഒരു സിറാത്ത് പാലമുണ്ട്. ഈ പാലത്തെ കൂടെ നടക്കണം. ഈ പാലത്തിന്റെ ഇക്കരയില് ഇന്ന് മനുഷ്യൻ അക്കരയിലേക്ക് പോകണം. അക്കരയില് സ്വർഗമാണ് ഉള്ളത്. ഈ പാലത്തിന്റെ അടിയില് നരകമാണ്. തീ കത്തുന്ന നരകം, ഭയങ്കരമായിട്ടുള്ള നരകം. ഈ സിറാത്ത് പാലത്തിൽ കൂടെ അക്കരയ്ക്ക് പോകുമ്പോൾ ഈ സിറാത്ത് പാലം എന്താണെന്ന് കൂടെ നിങ്ങൾ അറിയണം. ഒരു തലമുടി 7 കീറിയിട്ട് അതില് കൂടി നടന്നിട്ട് അക്കരയ്ക്ക് പോകണമെന്നാണ് അല്ലേ മുസാഫിർ എല്ലാരും ഫോളോയിങ്. അതൊക്കെ ഞങ്ങള് പണ്ട് പഠിച്ച. അതൊക്കെ ഈ സിറാത്ത് പാലത്തിൽ കൂടെ ഇങ്ങനെ നടക്കണം. സിറാത്ത് പാലം എന്താന്ന് അറിയണം. ഒരു തലമുടിയിനേക്കാളും കനം കുറഞ്ഞ സാധനമാണ് ഈ പാലം. ഈ പാലം ഹദീസൊക്കെ ഞാൻ തരാം. ഈ പാലത്തിന് മുടി പോലെയല്ല, വാള് പോലെ മൂർച്ചയാണ്. ഇനിയിപ്പോ ഹദീസ് പറയാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് ഹദീസ് ഇതാ പിടിച്ചോ. ഒറ്റ സെക്കൻഡ് ഒന്ന് എടുക്കണം, അത്രേ ഉള്ളൂ. ഇതിനെ മറ്റേ ഫോളോയിങ്ങിന് സംശയം ഹദീസ് എടുത്താൽ മതി. സംശയം ഉണ്ടോ ഫോളോയിങ്? പറയുവാണെങ്കിൽ ഫോളോയിങ് ആദ്യം തെളിവ് ഇവിടെ കൊണ്ടുവരണം. തെളിവ് ഹാജരാക്കിയിട്ട് ഫോളോയിങ് പറഞ്ഞാൽ മതി. ഫോളോയിങ് ഇവിടെ പറയുന്ന വിവരക്കേട് എന്തുവാണ്? ഫോളോയിങ് പറയുന്നത് മുസ്ലിങ്ങളെ അള്ളാഹു നരകത്തിൻ്റെ വാതിലിലൂടെ നേരെ അങ്ങ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അതിനവൻ തെളിവ് വെക്കണം. ഇവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് തെളിവ് വെച്ചിരിക്കുന്നു. അവിടെ മുസ്ലിങ്ങളും ബാക്കിയുള്ള എല്ലാ മനുഷ്യരും നരകത്തിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് അള്ളാഹു അവരെ വെളിയിൽ ചാടിക്കും. എങ്ങനെ വെളിയിൽ ചാടിക്കുന്ന? അവരുടെ തലയിലെ തരമ്പ് അല്ലെങ്കിൽ എന്തുവാ ഈ നഴമ്പ് നോക്കിയിട്ടാണ് അള്ളാഹു വെളിയിൽ ചാടിക്കുന്നത്. അപ്പം ഷാനവാസിനൊന്നും വെളിയിൽ ചാടാനും പറ്റത്തില്ല. കാരണം ഷാനവാസിന് തലയ്ക്ക് ആ പരിപാടിയില്ല. അല്ലെങ്കിൽ ഷാനവാസ് ഒരു കാര്യം ചെയ്യണം. ഒരു കരിങ്കല്ല് എടുത്തുകൊണ്ട് വന്നിട്ട് തലയിൽ ഇങ്ങനെ ഉരച്ചൊരച്ച് എന്നും അവിടെ ചോര ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടിരിക്കണം. അപ്പം അവിടെ ഒരു തഴമ്പ് വരും. തഴമ്പ് വന്നു കഴിയുമ്പോൾ അള്ളാഹുവിൻ്റെ എന്തുവാണെങ്കിലും മലക്കുകൾക്ക് വേറെ ലിസ്റ്റും പരിപാടികളും ഒന്നുമില്ല. ഇങ്ങനെ നോക്കിയിട്ട് ഏതെങ്കിലും ഒരുത്തന് തലയിൽ മുറിവ് വല്ലതും ഉണ്ടെങ്കിൽ ആ തലയിൽ ആ മുറിവ് നോക്കിയിട്ടാണ് മേളിലോട്ട് കയറ്റുന്നത്. അതുകൊണ്ട് അത് പോയി ഒന്ന് നോക്ക്. ഇവ കിടന്ന് താഴെ ഇരുന്ന് ചിരിക്കാതെ ഷാനവാസെ. പച്ച നുണ. പോയായിരുന്നോ? അതെ, പച്ച നുണ അല്ലാതെ ഇവന്മാർ ഒരു വാക്ക് ഇവന്മാരുടെ വായിന്ന് വരത്തില്ല. എടുത്ത പച്ച നുണ. പുസ്തകം കാണിച്ചു കഴിഞ്ഞാലും എടുത്താൽ ഇവന്മാർ പച്ച നുണയെ പറയത്തുള്ളൂ. ഫോളോയിങ് പോയിന്ന് തോന്നുന്നു. ആദ്യം അവനോട് തുടങ്ങിയത് തന്നെ അൽഹംദുലില്ലാഹയുടെ സംസാരം വെച്ചോണ്ടാ ജെന്റിൽ ബ്രദറെ. അവന് കയറി വന്നപ്പോഴേ അൽഹംദുലില്ലാഹ്.
അപ്പൊ ലാഹുദേവന് സ്തുതി അവന്മാർക്ക് പറഞ്ഞുകൊണ്ടാണ് അവൻ കേറി വന്നേ. ഒരൊറ്റ എണ്ണം ഞാൻ അവരെ വെല്ലുവിളിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ. ഒരൊറ്റ എണ്ണം ഇന്ന് വരെ വന്നിട്ടില്ല. എന്താ ചെയ്യാ? അല്ല അറബിയുടെ സഹോദരന്മാരെ തജ്വീദ് ഉണ്ട്. ഇത്രയൊക്കെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് പോയി അവൻ പറഞ്ഞ കേട്ടില്ലേ ആദ്യം ഇത് സംസാരിച്ചു തുടങ്ങിയപ്പോഴേ യോഗം ഉണ്ടേ വേളി പോവാതെ അല്ലാഹു അനുവദിക്കുന്നെങ്കിൽ ഈ തലയെ കുമ്പിട്ട് ഇടിച്ച് വല്ലവരെയും ബോംബ് പൊട്ടിച്ച് കൊന്ന് പഴച്ച് ജീവിച്ച് മനുഷ്യനെ ഉപദ്രവിച്ച് നമ്മളെ തെറിയും പറഞ്ഞ് ഇതെല്ലാം ചെയ്തതിന് വേളി ചെല്ലുമ്പോൾ അല്ലാഹു പറയാ ഫോളോയിങ് നിന്റെ ഇത് ഇങ്ങോട്ട് വരണം നിന്റെ എടുക്കുന്നതെന്ന് പറഞ്ഞ് ആ പാലത്തിനെ വണ്ടി വെച്ച് കാലുമടക്കി പറഞ്ഞ് കൊടുത്താൽ ഇവന്റെ ഗതിയെ നോക്കി ഇവൻ നരകത്തിൽ ചെന്നിട്ട് തെറിയോട് തെറിയായിരിക്കും കേട്ടോ. അല്ല ആ എന്തായാലും പാലത്തിൽ ഉറപ്പില്ല. കൂടെ ആ പാലത്തിൽ കൂടെ ഇവന്മാരൊക്കെ പോണ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. തലമുടിയുടെ അല്ലെന്നേ എത്രയും താഴെ വീണ് വണ്ണം ഇല്ല. കഴിഞ്ഞിട്ടേ താഴെ വീണ് കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ നമുക്ക് ചെറുപ്പത്തിൽ ആലോചിച്ച് പഠിപ്പിച്ചു നോക്കി. തന്നിരിക്കണത് തലമുടി 7 കീറിയിട്ട് എന്നാ പഠിപ്പിച്ചിരിക്കണത്. അപ്പൊ തലമുടി പിന്നെ 7 അപ്പൊ അപ്പൊ പിന്നെ പോയി. അത് മാത്രമല്ല തലമുടി എന്ത് 7 കിട്ടാനുള്ള കീറിയിട്ട് ആവേശത്തിൽ ഓടുമായിരിക്കും ഇവിടെ. അതിന്റെ മൂർച്ച എങ്ങനെയാണെന്നറിയോ? വാളിനേക്കാളും മൂർച്ചയാണ് അതിൽ കൂടെ. അപ്പൊ നല്ല കർമ്മങ്ങൾ ചെയ്തവരൊക്കെ കാറ്റടിക്കുന്ന പോലെ പെട്ടെന്ന് അങ്ങ് പോകും ഈ പാലത്തിൽ കൂടെ, അങ്ങനെ സ്വർഗത്തിൽ എത്തും. പിന്നെ കുറച്ച് കർമ്മങ്ങൾ ചെയ്തവർ കുതിര പോണ പോലെ പോകും. പിന്നെ ഒരെണ്ണമുണ്ട് ഈ കൂടുതൽ തെറ്റ് ചെയ്യുന്നവൻ. അവന്മാരെ എത്ര നടന്നാലും ഇതിൽ കൂടെ അപ്പുറത്ത് എത്തൂല. പേടിച്ച് പേടിച്ച് പതുക്കെ പതുക്കെ പോവുള്ളൂ. ആ കൂട്ടത്തിലുള്ളവന്മാരാണോ ഈ പറയുന്നതെന്നൊക്കെ ഒരു സംശയം. അതെ താഴെ ഇൻ കേസ് പോയില്ലെങ്കിൽ നല്ല അല്ല അത് പോകുന്നല്ലോ. പിന്നെ ഈ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടും കയറാൻ പറ്റത്തില്ലല്ലോ. അള്ളാഹു എന്റെ മനസ്സിലായി ഇല്ല, എല്ലാം നോക്കിയിട്ടല്ലോ നിന്നെ അതെങ്ങനെയാന്നറിയോ? വേണ്ടാത്തത് പറഞ്ഞു. അതെങ്ങനെയാന്നറിയോ? പിന്നെ കാര്യം നമ്മൾ ഈ പോകുന്ന വഴിക്ക് നരകം കാണുവേ. നമ്മൾ ഈ സ്വർഗത്തിലേക്ക് പോകുന്ന വഴിക്ക് അത് വേറൊരു ഇതാ പഠിപ്പിക്കുന്നതാ. ഹദീസ് ഉണ്ടോന്ന് എനിക്കറിയില്ല, നമുക്ക് ചെറുപ്പത്തിൽ പഠിച്ച. ഈ പോകുന്ന വഴിക്ക് ഇങ്ങനെ നരകം കാണും, ദൂരത്ത് നരകം കാണും, ഇങ്ങനെ തീ കത്തുന്നതായിട്ട് കാണും. അപ്പൊ അവിടെ ഭയങ്കര ചൂടായിരിക്കും ഈ ജഡ്ജ്മെന്റ് ഡേയിൽ. അപ്പൊ നമ്മള് ഈ ആൾക്കാർക്ക് കൊടുക്കുന്ന ചപ്പാത്തികളില്ലേ, ആൾക്കാർക്ക് കൊടുക്കുന്ന കുബൂസും ചപ്പാത്തിയും ഒക്കെ, ഈ എത്ര ചപ്പാത്തി നമ്മൾ കൊടുക്കണോ അത്രയും ചപ്പാത്തിയോ കുബൂസോ ഒക്കെ നമ്മുടെ തലയുടെ മുകളിൽ കൊടിയായിട്ട് ഇങ്ങനെ നിൽക്കും, കൊടയായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പൊ നമ്മള് ദാനം ചെയ്ത് ചപ്പാത്തിയൊക്കെ ദാനം ചെയ്താൽ അത് നമുക്ക് തണല് തരും. എങ്ങനെയുണ്ട് ദാനം ചെയ്യാൻ പഠിപ്പിക്കണത്? ഇതൊക്കെ പണ്ട് കാലത്ത് പഠിച്ചു വെച്ചതാ, കേട്ട് പഠിച്ച കഥകൾ. അല്ല, ഈ ചപ്പാത്തി തിന്നാത്ത സ്ഥലമാണെങ്കിൽ ഈ ചോറൊക്കെ ദാനം ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ചോറൊക്കെ മേളിൽ ഇങ്ങനെ പറന്ന് നിൽക്കുക? അറേബ്യയിൽ ചോറൊന്നുമില്ല, ഞങ്ങൾക്ക് ആകെ ഒരു കുബൂസും ചപ്പാത്തിയും ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് ആ ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചോണ്ട് വരണ്ട. അറബി നാട്ടിലെ കാര്യമൊക്കെ ഇത് നിങ്ങൾ നോർത്ത് ഇന്ത്യയിലെ കാര്യമല്ലേ ഈ പറയണത്? അല്ല സമ്മതിക്കത്തില്ല. കാരണം ഈ കൈ നക്കുന്ന പരിപാടിയുണ്ട്. കൈ നക്കുന്ന ചപ്പാത്തി തിന്നിട്ടല്ല, ചോറ് തിന്നിട്ടാ. അത് കൈ കറി, അതൊക്കെ കൈ നക്കുന്നത് കറി മാത്രമല്ല വർഗീസ് അച്ഛാ, കൈ നക്കുന്നത് മാത്രമല്ല, കൈ നക്കിപ്പിക്കുന്ന പരിപാടിയും ഉണ്ട്. അതാ ഞാൻ അല്ല, പറയാൻ നിങ്ങൾക്ക് വന്നത്. വേറൊരു കാര്യം ഇത്, മുഹമ്മദിന് ഒരിക്കൽ ദാഹിച്ചപ്പോഴേ ഈ ഹസന്റെ ഹുസൈന്റെ നാക്കിൽ നിന്ന് വെള്ളം കുടിച്ചത് അറിയാവോ? അയാളുടെ അവർക്ക് ദാഹിച്ചപ്പോ വെള്ളം മോടെ കൊടുത്ത കഥ നാട്ടിൽ അറിയാം? നിന്നൊക്കെ വെള്ളം കുടിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ കുറെ കുടിച്ചു. അല്ലല്ല, ഹസന്റെ ഇങ്ങനെ ഹുസൈന്റെയും ഹദീസാണ്. മാത്രമല്ല, എന്തോ ഫാത്തിമയുടെയും നാക്കിൽ നിന്ന് പുള്ളി ഒത്തിരി വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട്. ഉണ്ട് പുള്ളി പല കുറെ പരിപാടികളും ചെയ്തിട്ടുണ്ട്. പലരും നാക്കിൽ നിന്ന് വെള്ളം കുടിക്കാന്നൊക്കെ. അതെ, പിന്നെ നാക്ക് ഇങ്ങനെ തലോടിയിട്ട് അവരെ ദാഹം ശമിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. എന്തൊരു കണ്ടുപിടുത്തം നോക്കണേ. നാക്ക് തലോടിയിട്ട് ദാഹം ശമിച്ചിട്ടാണോ ഈ തലോടി എന്ന പേര് തലോടിക്ക് കിട്ടിയത്? അതെനിക്കറിയില്ല. എന്തായാലും ഈ ഹദീസുകളൊക്കെ എടുത്ത് വെച്ചൊരാവശ്യം വരും. നാക്ക് ഈ തലോടിയൊക്കെ ഇതൊക്കെ ചെറുപ്പത്തിൽ വൃത്തികേടെല്ലാം പഠിച്ചതാന്നേ, ചെറുപ്പത്തിൽ കൊണ്ട് വർഗീസ് അച്ഛാ, പഠിച്ചതാണ്. ഇതെല്ലാം ഉണ്ടാവും, അതൊക്കെ ഇവിടെ ഉണ്ടാവും. ഇവിടെ പോവില്ല, എവിടെയും പോവില്ല. അവിടെ എവിടെയെങ്കിലൊക്കെ കണ്ടുപിടിക്കാം നമുക്ക്. ഒരു സംശയമുണ്ടേ, അത് ഫോളോയിങ്ങിനോട് ചോദിക്കേണ്ട ഒരു സംശയമായിരുന്നു. അതായത് ഈ അള്ളാഹു നരകത്തിന്റെ കവാടം വരെ കൊണ്ടുപോയി കാണിച്ചിട്ട് അതിൻ്റെ അകത്ത് കിടന്ന് ദുരിതം അനുഭവിക്കുന്നവരെ കാണിച്ചു കൊടുത്തിട്ട് ഇതൊക്കെയാണ് അവർ അനുഭവിക്കുന്നതെന്ന് കാണിച്ചിട്ട് തിരിച്ച് സ്വർഗത്തിലോട്ട് കൊണ്ടുപോകുമ്പോൾ ശരി അവിടെ കൊണ്ടുപോയി മറ്റേ വാസസ്ഥലമായിട്ട് കൊടുക്കുമ്പോൾ അവന് ആ കണ്ടവനുണ്ടാവുന്ന മാനസിക ഒരു ആനന്ദം, അതായത് സാഡിസ്റ്റിക് പ്രഷർ, അത് അവന് പിന്നീടുള്ള കാലഘട്ടം മുഴുവൻ ആസ്വദിക്കാം. അതായത് അവിടെ കിടന്നവരെ കണ്ടിട്ട് നീ അത് അനുഭവിക്കണോടാന്ന് പറഞ്ഞ അത്രയ്ക്ക് കാരുണ്യവാനാണ് അള്ളാഹു
എന്നൊരു തെളിവല്ല അത് ശരിക്കും പറഞ്ഞാൽ. അതായത് ഇത്രയും ആനന്ദം അതായത് ഒരു മനുഷ്യൻ അതായത് മറ്റുള്ളവരുടെ ദുരിതം കണ്ട് ആനന്ദിക്കുക എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം എന്ത് കാരുണ്യം അള്ളാഹുവിനുള്ളത്. പിന്നെ ഈ പുള്ളി ഇവിടെ വന്നിട്ട് ഒരു തെറ്റും കൂടെ പറഞ്ഞു. പുള്ളി ഇവിടെ വന്നിട്ട് പറഞ്ഞ എന്താ, ചില ആളുകളുണ്ട് നമ്മൾ വ്യഭിചാരമൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് നരകത്തിൽ ഇടുന്നു. പക്ഷെ മുഹമ്മദ് പറയുന്നത് അങ്ങനെ അല്ലല്ലോ. ഈ സഹീഹ് വ്യഭിചാരം ബുഖാരിയുടെ ചെയ്യിപ്പിക്കുന്നത് അള്ളാഹു ആണല്ലോ അതെ നിർബന്ധിതമായിട്ടും. അത് അതിനകത്തൊന്നും രക്ഷപ്പെടാൻ മാത്രമല്ല, പറ്റത്തില്ല. ഇനി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞാലും പറയുന്നത് എന്തുവാ, ഈ ഈ ബുഖാരി ഓളി നമ്പർ 2 ബുക്ക് നമ്പർ 23 നമ്പർ 329 അതിനകത്ത് പറഞ്ഞ someone came to me from the Lord and gave me the news of good things, that if any of my followers die worshipping none along with Allah, he will enter paradise. I asked, even if he committed illegal sexual intercourse and theft? He replied, even if he committed illegal sexual intercourse, that is adultery and theft. അതായത് മോഷണവും വ്യഭിചാരവും ചെയ്താൽ പോലും സ്വർഗത്തിൽ പോകുമെന്നാണ് മുഹമ്മദ് പറഞ്ഞത്. ഈ പുള്ളി ഇവിടെ വന്നിട്ട് പറയാമല്ലേ അവര് നരകത്തിൽ പോകുന്നു. എന്തു പരിപാടിയാണപ്പ. ഒന്നി ആരായി കള്ളം പറയുന്നതെന്ന് അങ്ങ് പറയണം, നമുക്കിങ്ങനെ സമാധാനം ഉണ്ടല്ലോ. എന്നാ പരിപാടിയാന്ന് പറയണേ. ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഇവരുടെ ഇടയിൽ ഈ സമൂഹത്തിനിടയിൽ പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം. കൂടുതൽ വിദ്യാഭ്യാസം അതിനോട് ചിന്തിക്കുന്നുമില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്, അവരുടെ സമൂഹത്തിലുള്ള പെൺകുട്ടികൾക്ക്. പിന്നെ അതിനല്ല ഇവർക്ക് ആണെങ്കിലും ഇതൊക്കെ മതി, അതിൽ കൂടുതലൊന്നും വേണ്ട. പിന്നെ എന്തെങ്കിലും കച്ചവടം തരികടയൊക്കെ കാണിച്ച് ജീവിക്കാം. മെയ് അനങ്ങി അവർ പണിയെടുക്കുന്നു എനിക്ക് തോന്നുന്നില്ല. പാടത്തൊന്നും മറ്റേ കൃഷി ചെയ്തിട്ടുള്ള ഇവരുടെ ആരും ഇല്ല. അതേസമയം പാടത്തുനിന്ന് കൃഷി ചെയ്ത് വരുന്നവനെ ചൂഷണം ചെയ്യാന്നുള്ളതാണ്. കങ്കാണിയായിട്ട് നിന്നിട്ട് അവന് കണക്ക് പറഞ്ഞിട്ട് അവന്റെ വേർപ്പിന്റെ അധ്വാന ഫലത്തിന്റെ ഇതിന് കണക്ക് പറഞ്ഞ് അത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വീണ്ടും അവരെ മേടിക്കുന്നവരെ കൂടി പറ്റിക്കുക. ഇതൊക്കെയാണ് ഇവരുടെ ഇതില് പൊതുവേ കാണാവുന്നത് ശരിക്കും പറഞ്ഞാൽ. ഈ ഹദീസിനകത്ത് സഹീഹുൽ ബുഖാരി 65-73 പറയുന്നത്, ഈ മുസ്ലിങ്ങൾ അള്ളാഹുവിനെ കാണും, പക്ഷേ ഇറ്റ് വിൽ നോട്ട് ബി എനിത്തിങ് ലൈക്ക് പറയുന്നത്. മുഹമ്മദിനോട് ചോദിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ നാഥനെ കാണുമോ എന്ന്. അപ്പം മുഹമ്മദ് പറയാണ്, അതെ, നിങ്ങൾ നിങ്ങളുടെ നാഥനെ കാണും, പക്ഷേ അവൻ്റെ ഷേപ്പ് ദാറ്റ് Allah will come to them in a shape other than they know and will say. other than they know. അവർക്കറിയാത്ത പോലത്തെ ഒരു ഷേപ്പ് ആയിരിക്കും. അപ്പം മിക്കവാറും ഏതെങ്കിലും ഏലിയന്റെ രൂപത്തിൽ വല്ലതും ആയിരിക്കും ഈ അള്ളാഹു വരുന്നത്. കാരണം ഒരു കാല്, 2 വലങ്കരങ്ങള്, ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു മോന്ത, ഇതൊക്കെ വെച്ചോണ്ടായിരിക്കും അള്ളാഹു വരുന്നത്. അപ്പൊ അല്ലാതെ അറിയാത്ത ഷേപ്പ് എന്ന് പറയുമ്പോ അറിയുന്ന ഒരു ഷേപ്പ് ഇവർക്ക് അറിയാതിരിക്കണമല്ലോ. അതെ, തീർച്ചയായിട്ടും അറിയുന്ന ഒരു ഷേപ്പ് ഉള്ളത് കൊണ്ടല്ലേ പറഞ്ഞത് അറിയാത്ത ഒരു ഷേപ്പിനകത്തായിരിക്കും നിങ്ങൾ കാണുന്നെന്ന്. അപ്പൊ അള്ളാഹുവിന് ഷേപ്പ് ഇല്ല എന്ന് പറയുന്നത് ഷേപ്പ് ഇനി മാറും. അതുവരെ അവർ അള്ളാഹു ആത്മസ്വരൂപനാണ്, അള്ളാഹു ആത്മാവാണ്, അള്ളാഹു നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിലുള്ള അള്ളാഹു ഒരു വേറെ എന്തോ സംഭവമാണെന്ന് പറയുന്നത്, അതെല്ലാം ഗോപിയായി. ഇവിടെ അള്ളാഹുവിനെ അറിയാത്ത ഒരു ഷേപ്പിൽ നിങ്ങൾ കാണും എന്നാണ് പറയുന്നത്. എന്നിട്ട് അള്ളാഹു ഇങ്ങനെ പറയും, ഐ ആം യുവർ ലോർഡ്, ഞാനാണ് നിങ്ങളുടെ നാഥൻ. ദേ വിൽ സേ യു ആർ അവർ ലോർഡ് ആൻഡ് ദേ വിൽ ഫോളോ ഹിം. എന്നിട്ട് പിന്നെ അവർ ഫോളോ ചെയ്യും. ദെൻ എ ബ്രിഡ്ജ് വിൽ ബി ലെയ്ഡ് ഓവർ ദി ഹെൽ ഫയർ. എന്നിട്ട് അവന്മാരെ കൊണ്ട് നരകത്തിൽ അവിടെ ഒരു ബ്രിഡ്ജ് വെക്കും. ആ ബ്രിഡ്ജിന്റെ കാര്യമാണ് ഇപ്പം ജെന്റിൽ ബ്രദർ പറഞ്ഞത്. അല്ലാഹ്സ് മെസ്സഞ്ചർ ആഡഡ്, ഐ വിൽ ബി ദ ഫസ്റ്റ് ടു ക്രോസ് ഇറ്റ്. മുഹമ്മദ് തന്നെ അങ്ങ് തള്ളുകയാണ്, ഞാനായിരിക്കും ആദ്യം ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്നത്. And the invocation of the apostle on that day will be Allahumma Salim.
അല്ലാഹുമ സലീം എന്ന് പറഞ്ഞാൽ ഓ അല്ലാ സേവ് അസ് ഞങ്ങളെ രക്ഷിക്കൂ അള്ളാഹുവെ എന്നാണ് അല്ലാഹുമ സലീം എന്ന് ഇതിൻ്റെ അർത്ഥമാകുന്നത്. ആൻഡ് ഓവർ ദാറ്റ് ബ്രിഡ്ജ് ദർ വിൽ ബി ഹുക്സ് സിമിലർ ടു ദ തോൺസ് ഓഫ് അസ് സദ. അവിടെ ബ്രിഡ്ജിൽ ഓരോ ഹുക്കുകൾ ഉണ്ടായിരിക്കും. ഈ എന്തുവാ കൂർത്ത മുനയുള്ള ഈ ആണി പോലത്തെ അല്ലെങ്കിൽ എന്തുവാ മുള്ളു പോലത്തെ ഇതുണ്ടായിരിക്കും, ഹുക്സ് ഉണ്ടായിരിക്കും. Didn't you see the thorns of As-Sadan? The companion said, Yes, O Allah's messenger. He added, So the hooks over the bridge will be like the thorns of Al-Sadan, except that their greatness in size is only known to Allah. അള്ളാഹുവിന് മാത്രം അതിൻ്റെ ഗ്രേറ്റ്നസ് ഒക്കെ അറിയത്തുള്ളൂ. പിന്നെ എന്തിനാ ഇതൊക്കെ പറയുന്നത് നമുക്കറിയത്തില്ല. These hooks will be snatched the people according to their deeds. അവരുടെ പ്രവൃത്തിക്കനുസരിച്ച് അവരുടെ ശരീരത്തുനിന്ന് ഈ ഹുക്സ് ഇളക്കുമെന്ന്. എന്തൊക്കെ വിവരക്കേടാണ് ഈ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇവന്മാർ വിശ്വസിച്ച് വെച്ചിരിക്കുക. ജനറൽ ബ്രദറെ, ഈ നാവ് നക്കുന്നത് മാത്രമല്ല അതിനൊരു പാട്ടേ ഉണ്ട്. നസ്രീൻ ആ പാട്ട് മറന്നു എന്റെ വരികളൊക്കെ. ജനറൽ ബ്രദറെ, നാവ് നാക്കുന്നത് മാത്രമല്ല, വേറെ മുഹമ്മദ് ഈ കൊച്ചു പിള്ളേർക്ക് അജുവ കൊടുക്കുമായിരുന്നല്ലോ വായി ചപ്പിയിട്ട്. അല്ലല്ല, ഇതങ്ങനെയല്ല. ഇത് വായിച്ചു നോക്കിയാ ഞാനിപ്പെട്ട ഹദീസ് ഒന്ന് നോക്ക്, സൂപ്പർ സാധനമാ. മൈക്കിൾ ബ്രദർ എന്തോ പറയാമെന്ന്? മറ്റേ ഈ സഹീഹ് ബുഖാരിയിലെ 6807 പറയുന്ന ഈ മുഹമ്മദ് പാരഡൈസ് ഓഫർ ചെയ്യുന്നില്ലേ, ഐ ഗ്യാരണ്ടി ഹിം പാരഡൈസ് എന്ന് പറഞ്ഞിട്ട്, അത് നരേറ്റഡ് സഹൽ ബിൻ സാദ്. ദ പ്രൊഫറ്റ് സെഡ്, whoever guarantees me the bracket the chastity of what is between his legs, his private parts ബ്രാക്കറ്റ് കൊടുക്കും. ബ്രാക്കറ്റ് ഒന്നും ഇല്ല ബ്രദറെ, അവിടെ അറബിക്കൽ ബ്രാക്കറ്റ് ഒന്നുമില്ല, അതൊക്കെ ഇവര് കൂട്ടിച്ചേർത്തിരിക്കും. ആൻഡ് വാട്ട് ഈസ് ബിറ്റ്വീൻ ഹിസ് ജാസ്, അതായത് ടങ്, ഐ ഗ്യാരണ്ടി ഹിം പാരഡൈസ്. അതായത് മുഹമ്മദ് ഡയറക്റ്റ് ഓഫർ ചെയ്യുന്നില്ല ഇത്. അപ്പം ഈ സംഭവം എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായല്ലോ നമുക്ക്. അല്ല, ഈ പുള്ളി എങ്ങനെ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്നത്? ഈ പുള്ളിക്ക് തന്നെ ഗ്യാരണ്ടി ഇല്ലല്ലോ. ഈ പുള്ളി തന്നെ പറയുന്നത് ഞാനായിരിക്കും ആദ്യം വെളിയിൽ ഇറങ്ങി വരുന്നത്, പിന്നെ അതും അള്ളാഹു തീരുമാനിച്ചാലേ ഞങ്ങളുടെ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, അള്ളാഹു റസൂലും ഒരു കാര്യം തീരുമാനിച്ചാലുണ്ട്. അപ്പൊ നിങ്ങൾ അത് വേണ്ട, എന്ത് ചോദ്യത്തിനും ഞാൻ ഉത്തരം തരും. നിങ്ങൾക്ക് മുസ്ലിങ്ങളോട് എന്തെങ്കിലും ചോദിക്കേണ്ടത് ചോദിച്ചു. അല്ല, അപ്പൊ ഒരു കാര്യം പറയും, എന്നിട്ട് അള്ളാഹു റസൂലും ആ കാര്യം നേരെ അങ്ങ് തിരിച്ചു പറയും. അതാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ പരിപാടി. ആദ്യം അള്ളാഹു പറയും എന്തുവാ, നിന്നെയും നരകത്തിൽ കൊണ്ടുപോകുന്ന അള്ളാഹു പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ മമ്മൂഞ്ഞ് പറയും ഞാനായിരിക്കും ആദ്യം വരുന്നത്. ഇതെങ്ങനെ ഇത് നടക്കുന്നത്? ഒരു പിടി. അതൊക്കെ നടക്കും, ഞങ്ങളുടെ ഇതിൽ എന്തും നടക്കും. നിങ്ങൾക്കത് അറിയാഞ്ഞിട്ടാ. അടുത്ത ചോദ്യം പോരട്ടെ. ഈ ലിങ്കിനകത്ത് ജനറൽ ബ്രദറെ റെഫറൻസ് പറയുന്നുണ്ടോ? സക്കിംഗ് ഓഫ് ദ ടങ്സ് ഓഫ് ചിൽഡ്രൻ ചോദ്യമായിട്ടാണ്. സം ആന്റി മുസ്ലിം വെബ്സൈറ്റ്സ് സൈറ്റഡ് എ നറേഷൻ ദാറ്റ് ദ പ്രോഫറ്റ് സക്കിൾഡ് ദ ടങ് ഓഫ് ദ ചൈൽഡ്. അതൊന്നുമല്ല. വാട്ട് ഈസ് ദ മാറ്റർ വിത്ത് മൈ ബോയ്സ് ആണോ? ചോദ്യം ഒത്തിരി ഉണ്ട് കേട്ടോ. ഡസ് എനിവൺ ഹാവ് വാട്ടർ? അതല്ല, അവിടേക്കൊന്നും അല്ല. Ali ibn Abi Talib said, when I related a story to you about the messenger of Allah, you should think of him as the best and the most guided and the most righteous. കേട്ടോ, Al-Qadi Iyad comments on this tradition saying, Kitab al-Shifa ആണ്. Prophet gave Hassan and Hussein, അതല്ലേ? അത് വായിച്ചു. Prophet gave Hassan and Hussein his tongue, and he moistened it as they were crying from thirst. Then they calmed down. Oh, നാക്ക് മമ്മൂഞ്ഞിന്റെ നാക്ക് കൊടുത്തപ്പോഴത്തേക്കിനും ശരിയായി. കുഞ്ഞുങ്ങള് ദാഹിച്ച് കരഞ്ഞപ്പോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ഗ്ലാസ്സിൽ ഇച്ചിരി വെള്ളം എടുത്ത് കൊടുക്കും. പുള്ളിക്കാരൻ നേരെ നാക്ക് നീട്ടി കൊടുത്തു, കുടിച്ചോടാ. എന്റെ പൊന്നേ, ഇതൊക്കെ സയൻസ് ആണ്. ഇതൊക്കെ സയൻസ് ആണ് ജനറൽ ബ്രദറെ. ഇതിന്റെ പുറകിൽ വലിയ സയൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാമോ? ഇല്ല, ഈ നാവിന്റെ ഉള്ളിൽ നിന്ന് എത്ര വെള്ളം വരുമെന്ന് നിങ്ങൾക്കറിയാം. അത് നാവ് ഇങ്ങനെ
സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് സലൈവ വന്നുകൊണ്ടിരിക്കും. ആ സലൈവ കുടിച്ചിട്ട് ഹസന്റെയും ഹുസന്റെയും വയറ് നിറയുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എടാ, ഒരു കരിഞ്ജീരകം കഴിച്ചാൽ ലോകത്തുള്ള എല്ലാ അസുഖവും സൗഖ്യമാകും. നിങ്ങൾക്കറിയോ? അതുകൊണ്ടാണ് ഇന്ന് ആശുപത്രികളിലൊന്നും ഏഴ് ഒരു അജുവ കഴിച്ചാലേ രോഗികളില്ല. 7 അജുവ 7 അജുവ കഴിച്ചാലും കഴിച്ചാൽ നിങ്ങൾക്ക് വിഷം പോവും. വിഷം വരില്ല. വിഷവും പിന്നെ നിങ്ങൾക്ക് വേറെ ഏതാണ്ടും ഉണ്ടായിരുന്നല്ലോ. അത് യാതൊരു ബാധയും കണ്ണേറൊന്നും കേൾക്കത്തില്ല. ആ സിറം അതെ വരത്തില്ല. അതെ പക്ഷെ അതെ ഇതങ്ങനെയല്ല. ഇത് കരിഞ്ജീരകം കഴിച്ചാല് ഒരു അസുഖവും വരില്ല. അതുകൊണ്ടാണ് കോവിഡ് ഒന്നും ആർക്കും വരാതിരുന്നത്. എല്ലാവരും കരിഞ്ജീരകം കഴിച്ചു. ഫോളോയിങ് ഈ അന്ന് ടോപ്പിക്കിൽ നിന്ന് സംസാരിക്കാൻ റെഡി ആണെങ്കിൽ ഫോളോയിങ്ങിനോട് സംസാരിക്കാം. ഫോളോയിങ് ഇവിടെ പറഞ്ഞത് കള്ളത്തരമാണ്. മുസ്ലിങ്ങൾ അതിൻ്റെ വാതുക്കൽ വരെ അറ്റത്ത് വരെ വന്നിട്ട് അള്ളാഹു രക്ഷിക്കും എന്നാണ്. പക്ഷേ ഇവിടെ ഹദീസിനകത്ത് പറയുന്നത് അവർ നരകത്തിനകത്താകും, അകത്ത് ചെന്നതിനു ശേഷം നസീം മാത്രമേ ഭായി, വെളിയിൽ വരത്തുള്ളൂ. ഈ മുഹമ്മദ് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്റെ സമൂഹം 72 അതിൽ ഒരൊറ്റ ആളെ ഒരു സമൂഹം സ്വർഗത്തിൽ പോവുള്ളൂ. അതാരാന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഒന്ന് പുള്ളിയോട് ചോദിച്ചു നോക്കി. ആർക്കും അറിയത്തില്ല. അത് മുജാഹിദാണോ, സുന്നിയാണോ, ഷിയ ആണോ, സലഫി ആണോ, ദേവബന്ദി ആണോ, ബറേൽവി ആണോ, ആർക്കും അറിയത്തില്ല. സമുദായം ഒന്നും ചോദിക്കരുത്. സുവിൻ ജോൺ ബ്രദർ ഇവിടെ ചോദിച്ചു, ഹാത്തൂൻ താഷ് ഇസ് മിസ്സിംഗ്. സുവിൻ ബ്രദറെ, ഹാത്തൂൻ താഷ് വെന്റ് ഷീ വാസ് ഗോൺ ഓഫ് ദ ഗ്രിഡ് ഫോർ എ വൈൽ, അറ്റ്ലീസ്റ്റ് ഫോർ 3-4 വീക്സ്. ഞങ്ങളെല്ലാവരും ഭയങ്കര ടെൻഷനിലായിരുന്നു. ആക്ച്വലി ഒത്തിരി കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന പല സഹോദരന്മാർക്കും ഒരു കണക്ഷനും ഇല്ലായിരുന്നു. ഞാനും ഒത്തിരി പേരോട് കണക്ട് ചെയ്യാൻ നോക്കി. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് ഡേവിഡിൻ്റെ മെസ്സേജും വന്നത്, അതുപോലെ തന്നെ ബാക്കി ഡോട്ടർ ഓഫ് ക്രൈസ്റ്റും മെസ്സേജുകൾ ഇട്ടിരിക്കുന്നത്, ഹാത്തൂൻ മെസ്സേജ് ഇട്ടു, ഷീ ഈസ് സേഫ്, ഷീ ഡിസൈഡഡ് ടു ഗോ ഓഫ് ദ ഗ്രിഡ്, ദാറ്റ്സ് ജസ്റ്റ് ഫോർ എ വൈൽ. പുള്ളിക്കാരത്തി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്. ആരോടും പറയാതെ പുള്ളിക്കാരത്തി എവിടെയെങ്കിലും പോകുന്നതാണ്. പക്ഷേ ഷീ ഈസ് സേഫ് നൗ, സോ നോ പ്രോബ്ലം. You got the message? Yeah. We have the information now that she is safe. I was also tracking it. Even Jay didn't know it. Yeah, she did not say it to Jay or anybody. So yeah, she is safe now. ഞങ്ങൾ ആക്ച്വലി അവരുടെ ടെലിഗ്രാം ഗ്രൂപ്പിനകത്തുണ്ട്. സോ we all the different YouTubers, everyone is there in that groups. So we asked. She is fine. She is safe. JCB, come up, buddy. I've sent you a request. ജനറൽ ബ്രദറെ, ഫോളോയിങ്ങിനോട് സംസാരിക്കുകയാണെങ്കിൽ ഡിസ്കഷൻ ആ പോയിന്റ് പുള്ളി തന്നെ വായിച്ചിട്ട്, ഈ ഹദീസ് വായിച്ചിട്ട് ഇപ്പം മുന്നിലോട്ട് പോകത്തുള്ളൂ. അല്ലാതെ സ്വന്തം അഭിപ്രായം നമുക്ക് ഈ സഹീഹ് അൽ ബുഖാരി 65, കാരണം പുള്ളി ഇവിടെ ഒരു കള്ളമാണ് പറഞ്ഞത്. ഇവിടെ ആ കള്ളം പറഞ്ഞതിനെയാണ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ആ ഹദീസ് മേളിലിട്ട്. അത് നിങ്ങൾ ഹാൻഡിൽ ചെയ്തോ. ഞാനിപ്പോ എനിക്ക് ഈ അറബിയുടെ ഗ്രാമർ ഒന്ന് പഠിക്കണം, ഭയങ്കര ആഗ്രഹമാണ്. JCB, വെൽക്കം to the panel, baby. Following. JCB, you came up to say something? Go ahead. No, carry on. Thanks, buddy. Following കേൾക്കാനുണ്ടോ? ഫോളോയിങ് ചെക്കിങ് ഇല്ലേ? പുള്ളി കേൾക്കാനില്ല എന്ന് തോന്നുന്നു. ഫോളോയിങ് കേൾക്കാനുണ്ടോ? ഫോളോയിങ് ഇല്ലേ പാനലില്? അലൻ ബ്രദറെ, ആ ലിങ്ക് ഒന്നിട്ടെ, ഊസ മനാത്ത കമ്മിങ് ബാക്കിന്റെ ലിങ്ക് ഒന്നിട്ടെ, നമുക്ക് അതൊന്ന് പബ്ലിസൈസ് ചെയ്യാം. ഫോളോയിങ് ഹലോ, ഫോളോയിങ് മൈക്ക് എടുക്കുക. യു ആർ ഇൻ ദ സ്പീക്കർ പാനൽ, പ്ലീസ്. ഫോളോയിങ് പോയല്ലോ. ഇപ്പൊ പോയി. ഇന്നലെ എനിക്ക് തോന്നുന്നു, ഇന്നലെ ഏതോ ഒരു ബ്രദർ നമ്മുടെ അച്ഛൻ കുഞ്ചാന്റെ വൈകിട്ടത്തെ ഒരു ഇതില്ലേ, അതിൻ്റെ അകത്ത് ഇട്ടായിരുന്നു. അതിൻ്റെ അകത്ത് വേറൊരു ഒരു ലിങ്ക് ആയിട്ടാ എന്റെ കയ്യിലുള്ള അത് ഞാനൊരു മലയാളം ന്യൂസ് ചാനലിൽ ഞാൻ കണ്ടതാണ്. ബ്രദറെ, ഓപ്പോ ഇന്ത്യ ആണെങ്കിൽ ഡോണ്ട് ട്രസ്റ്റ് ഇറ്റ്. Oppo India is they don't do proofreading properly. No, that's not Oppo India, that's something else. Alla, he posted, Subin John posted Oppo India. So I would not trust Oppo India. Oppo India they don't have credibility as such in terms of news and all that. So if you have any maybe
Sky News or something like Washington Post or some We don't expect them proper to channel. do മിഡിൽ ഈസ്റ്റ് and publish മോണിറ്ററിന്റെ it at this എൻ്റെ moment. ഉണ്ട്, ഞാനത് വേണം ഇടാം. അതൊന്ന് പോസ്റ്റ് ചെയ്തേ JCB. ഒരു സെക്കൻഡ്. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടെ, എനിക്ക് രാവിലെ വെളുപ്പിനെ 4:30 എഴുന്നേക്കണം. അപ്പൊ ഇവിടെ ഇപ്പൊ 8 മണി കഴിഞ്ഞു. അപ്പൊ അതും കൂടി പറഞ്ഞിട്ട് ഞാൻ പോവാന്ന് വിചാരിച്ചു. ഈ ഫോളോയിങ് ആണെന്ന് തോന്നുന്നു. ഇവിടെ 6 കഴിഞ്ഞ മണിയായി, ദിവസം ഞാൻ എന്താ സമയം 6 മണിയായി. ഇവിടെ മറ്റേ അല്ലല്ല, 8 ഷാജി മണി ബ്രദറിന്റെ ഞാൻ അവിടെ ഉറങ്ങാൻ യൂറോപ്പില്. പോകുന്നു. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് 4:30 എഴുന്നേക്കണം. എന്നാൽ മാത്രമേ എനിക്ക് മറ്റേ എന്റെ കറക്റ്റ് അശ്വിൻ ടൈമിൽ ബ്രദർ അവിടെ പോസ്റ്റ് എത്തുള്ളൂ. ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഓക്കെ. ഞാൻ പറഞ്ഞോട്ടെന്നോ. ഞാൻ പറഞ്ഞു വന്ന കഴിഞ്ഞ ദിവസം തലോടിയുടെ ഒരു റൂമിൽ ഞാൻ ഇങ്ങനെ ഒന്ന് കേറിപ്പോയി. രാവിലെയാന്ന് തോന്നുന്നു. രാവിലെ കേറിപ്പോയി കഴിഞ്ഞപ്പം മറ്റേ ഈ ഫോളോയിങ് ആണെന്ന് തോന്നുന്നു. തലോടിയെ ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് അവിടെ അങ്ങനെ ഇസ്ലാമിനെ പറ്റി കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് മറ്റേ യേശുവിനെ ഇല്ലാത്തത് പറയുന്നതാണോ തന്റെ ശരിയെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോ അപ്പൊ തലോടി പറയുന്നത് കേട്ടു, എന്റെ പ്രവാചകനെ 10 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ 1 പ്രാവശ്യം ഞാൻ തിരിച്ചു പറയണ്ടേ, അത് ഞാൻ ചെയ്തുള്ളൂ എന്ന് വെച്ചിട്ട് അങ്ങനെയാണോ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിച്ചാൽ ഫോളോയിങ് തലോടിയെ ചോദ്യം ചെയ്യുന്ന ഞാൻ കേട്ടായിരുന്നു. അപ്പൊ എന്ത് മനസ്സാന്ന് എനിക്കറിയില്ല. അപ്പൊ അതൊന്ന് ഞാൻ കേട്ടായിരുന്നു. കേട്ട കാര്യം ഞാൻ പറയണമെന്ന് വിചാരിച്ചാണ് ഇവിടെ. JCB മേളിൽ പിൻ ചെയ്തേക്കുന്ന middleeastmonitor.com അത് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള സോഴ്സ് ആണോ? അത് വെസ്റ്റേൺ ആണെന്ന് തോന്നുന്നു. ഞാനത് ബേസിക്കലി ട്വിറ്ററിലുള്ള ന്യൂസ് ആണ്. ഐ എം ഷുവർ അബൌട്ട് ഇറ്റ്. അതുകൊണ്ട് ഞാനതിന്റെ ട്വീറ്റ് വേണമെങ്കിൽ എടുത്തു തരാം, അത് കുഴപ്പമൊന്നുമില്ല. അത് കുഴപ്പമില്ല, ഞാൻ ചോദിച്ചതന്നേ ഉള്ളൂ. അല്ല ബ്രദറെ, അപ്പൊ ഈ സാത്താനിക് ആയത്തെന്നും പറഞ്ഞുകൊണ്ട് മറ്റേ ബുക്ക് ഇറങ്ങിയ ഒരു പുള്ളി ഉണ്ടല്ലോ, പുള്ളീനെ ഇവന്മാര് കുത്തിയത് പിന്നെ ഏത് അക്കൗണ്ടിൽ കൊണ്ടേ കൊള്ളിക്കുന്നത്? ഈ 3 ചേച്ചിമാര് വരുന്നതോടുകൂടി പല കാര്യങ്ങളും മറിയും, തകിടം മറിയും. അല്ല ബ്രദറെ, അപ്പൊ ഞാൻ ഈ കാണുന്നത് ഒറിജിനൽ അറബികൾക്ക് പ്രശ്നമൊന്നുമില്ല, ചില അഭിനവ അറബികൾക്കാണ് പ്രശ്നമുള്ളത്. അതെ ഏഹ് അതെ. അപ്പോ എസ്പെഷ്യലി ദ വൺസ് ഫ്രം കേരള. രാജാവിനെക്കാളും വലിയ രാജഭക്തി ഉള്ളവരോട് ഇപ്പൊ നമ്മൾ എന്ത് പറയാനാണ്? അല്ല ബ്രദറെ, അപ്പൊ ഈ കൊണ്ടുവരുമ്പോ ഈ സാത്താനിക് ആയത്തെന്നും പറഞ്ഞുകൊണ്ട് ഈ കിടക്കുന്ന ഈ സാധനം ഇവരെവിടെ കൊണ്ടേ വെക്കും? അപ്പൊ ഇത് സാത്താനിക് ആയത്തല്ല, ഇത് അള്ളാഹുന്റെ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു ആയത്തിറക്കാനായിട്ടാണെങ്കിൽ മുഹമ്മദും ഇല്ല ജിബ്രീലും ഇല്ല. ഇപ്പൊ എന്ത് ചെയ്യൂനി? അതിന്റെ ഒരു അതിനെ ഒരു ശരിക്കും ഇപ്പം MBSന്റെ സ്റ്റേറ്റ്മെന്റ് 3-4 വർഷം മുമ്പത്തെ ശ്രദ്ധിച്ചാൽ മതി. അദ്ദേഹത്തിന് ആക്ച്വലി ഹദീസ് പാടെ ജസീ ബ്രോ കേൾക്കുന്നില്ല? എന്ന് പറയുന്നത് വിരലിലെണ്ണാവുന്ന സാധനമേ ഉള്ളൂ. ജസീ ബ്രോ കുറച്ചേരം ഫുൾ കേട്ടില്ല കേട്ടോ, കുറച്ചേരം കേട്ടില്ലായിരുന്നു. MBSന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട് 2-3 വർഷം മുമ്പ്. അതിനകത്ത് അദ്ദേഹം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇവരുടെ മുത്തവാത്തിർ ഹദീസ് ഒഴിച്ച്, മുത്തവാത്തിർ ഹദീസ് എന്ന് പറഞ്ഞാൽ മാസ് ട്രാൻസ്മിഷൻ നടന്ന ഹദീസ്, അതാണ് വിരലിലെണ്ണാവുന്നതേ ഉള്ളൂ. ചില കണക്കുകൾ പ്രകാരം 30, ചില കണക്കുകൾ പ്രകാരം 300, ചില കണക്കുകൾ പ്രകാരം 6, അങ്ങനെ വളരെ കുറച്ച് എണ്ണയേ ഉള്ളൂ. അതൊഴിച്ച് ബാക്കി എല്ലാം വിചിന്തനത്തിന് വിധേയമാക്കണം, അല്ലെ തള്ളണം എന്നുള്ളതാണ് പുള്ളിയുടെ നിലപാട്. കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കാം. യെസ്.
അപ്പോ ആ ഒരു ഡയറക്ഷനിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ എന്താ പറയുക, ഹദീസ് പുസ്തകങ്ങൾ പതിയെ പതിയെ ഇവരുടെ അക്കാഡമിക്സിൽ നിന്ന് എടുത്തു മാറ്റും എന്നാണ് ആ പുള്ളിക്കാരന്റെ ഒരു വിഷനിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഐ ഡോണ്ട് നോ, ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇപ്പോഴത്തെ സ്റ്റേറ്റിൽ നിന്ന് കുറച്ചുകൂടെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റത്തിലേക്ക് ആ കൺട്രിക്ക് മാറാൻ പറ്റും. പക്ഷെ അപ്പോഴും രാജാവിനെക്കാട്ടിലും വലിയ രാജഭക്തിയുള്ള ആൾക്കാരുടെ കാര്യം എന്താണെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. എന്റെ ഒരു അഭിപ്രായത്തിൽ ആ ലാത്ത മനാത്ത ഹുസൈനെ കൊണ്ടുവരികയാണെങ്കിൽ ആ ബാക്കിയുള്ള 360 പേരെ കൂടി കൊണ്ടുവരണം. കാരണം അവർക്ക് ചോദിക്കാനും പറയാൻ ആരുമില്ല. ആദ്യം പെൺമക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകട്ടെ ന്യൂക്ലിയർ വെറുതെ. ഇവരൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യട്ടെ. ഈ 3 പെൺമക്കളൊന്ന് തിരിച്ചെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു നോക്കിക്കോണം പതുക്കെ പതുക്കെ. ബാക്കി എല്ലാത്തിനെയും കൊണ്ടുവരും. ബന്ധുക്കാരെ എല്ലാം കൊണ്ടുവരും അല്ലേ? ബന്ധുക്കാരെ എല്ലാം, ജിന്നുകളെ എല്ലാം കൊണ്ടുവരും. കാരണം അള്ളാഹു ജിന്ന് വർഗത്തിൽപ്പെട്ടതാണല്ലോ. അള്ളാഹുവിന്റെ കുടുംബക്കാരെല്ലാരും ജിന്നുകളാണല്ലോ. ന്യൂക്ലിയറിന് അത് മനസ്സിലാവാഞ്ഞിട്ടാണ്. ആദ്യം ഫാമിലിയുടെ കാര്യം നോക്കണം ന്യൂക്ലിയറിനോ. ആദ്യം വീട്ടുകാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകട്ടെ. അത് കഴിഞ്ഞിട്ടാ പിന്നെ സഹോദരന്മാരുടെ കാര്യം, പിന്നെ ഹുബാല് വരും, ദുഷാറ വരും, ഇങ്ങനെ പിന്നെ പതുക്കെ പതുക്കെ ഓരോരുത്തർ കയറി. അല്ല നസറൻ ബ്രദറെ, നമ്മുടെ ഈ ഹജ്ജ് ഇവര് പണ്ട് ഇവരുടെ രീതിയിൽ ഹജ്ജ് ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ നേക്കഡ് ആയിട്ടല്ലേ ഇതിന് ചുറ്റും റൗണ്ട് അടിച്ചുകൊണ്ടിരുന്നത്. അതും തിരിച്ചുകൊണ്ടിരുമോ? ഇപ്പൊ ഒറ്റമുണ്ടെന്നുള്ളത് മാറ്റി ഫുൾ നേക്കഡ് ആയിട്ട് ആ ഒരു എന്റെ ആചാരം പൊന്നു, എല്ലാം ന്യൂക്ലിയർ വെതറെ, എല്ലാം പതുക്കെ പതുക്കെ എല്ലാം MBS നോക്കിക്കണം. ഓൾറെഡി വേറെ ഒരു കാബ പുള്ളി പണിയുന്നുണ്ട്, എന്റർടൈൻമെന്റ് കാബ. അവിടെ വേണമെങ്കിൽ ഇവന്മാര് തുണിയില്ലാതെ അല്ല, അവന്മാര് വേണമെങ്കിൽ എന്ത് വൃത്തികേട് വേണമെങ്കിലും അത് കാണിക്കും. പതുക്കെ പതുക്കെ എല്ലാം വരും. ന്യൂക്ലിയറിന് ചെക്ക് ചെയ്യണമെങ്കിൽ റിയാദ് മ്യൂസിക് ഫെസ്റ്റിവൽ ഡിസംബർ 14, 16 ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഇലക്ട്രോണിക് മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് റിയാദിൽ നിന്നാണ് എന്റെ അറിവ്. ഇപ്പൊ അയ്യോ, ഇങ്ങനെ പാണക്കാട്ട് തങ്ങളൊക്കെ ഇനി എന്തോ ചെയ്യണമെന്നാണ്. അവര് ചങ്ക് മുറിഞ്ഞ അവന്മാര് ചാകും. വേണമെങ്കിൽ ചങ്കിടിച്ച് അവന്മാര് ചാകും. ആ ലെവലിലാണ് ഇപ്പം സൗദി അറേബ്യയുടെ പോക്ക് പോയിക്കൊണ്ട്. എനിക്ക് സൗദി അറേബ്യയുടെ ഒന്നേ പറയാനുള്ളൂ, എനിക്ക് ഒരാഗ്രഹമേ ഉള്ളൂ. ഈ അള്ളാഹു സാത്താൻ ബ്രദേഴ്സ് ആണെന്നല്ലേ പറയുന്നത്. ഈ അള്ളാഹുവിന്റെ ബ്രദറിനെ എനിക്കൊന്ന് കാണണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അതും കൂടെ കൊണ്ടുവരാനുള്ള ഒരു അപേക്ഷ എങ്ങനെയെങ്കിലും സമർപ്പിക്കാനുള്ള ഒരു രീതി ആർക്കെങ്കിലും അറിയാൻ പറഞ്ഞു തരണം. എനിക്ക് അതും കൂടെ ഒന്ന് സമർപ്പിക്കണം. അതുണ്ടല്ലോ, അത് ഓൾറെഡി ഉണ്ട്. ഈ കാബ ഇരിക്കുന്നത് തൊട്ടപ്പുറത്ത് ഇരിപ്പുണ്ട്. ഇവര് കല്ലെറിയാൻ പോകുന്ന പണ്ട് ഒരൊറ്റ ഒരെണ്ണമേ ഉള്ളായിരുന്നു, ഒരൊറ്റ പില്ലർ പോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആളുകളൊക്കെ കൂടിയപ്പം, ക്രൗഡ് കൂടിയപ്പം ഇവര് അതിനെ 2 ആക്കി. അതിന്റെ സൈസ് ഒക്കെ കൂട്ടി 2 എണ്ണം ഇരിപ്പുണ്ട്. ഈ ചേട്ടനും അനിയന്മാരും ഇരിക്കുന്നതിന്റെ കൂട്ട് കാബയുടെ തൊട്ടപ്പുറത്ത് ഇരിപ്പുണ്ട്. അല്ല ബ്രദറെ, ഈ ലാത്ത മനാത്ത ഉത്സവം വരെയാണെങ്കിൽ അള്ളാഹുവിന് മറ്റേ ഉള്ള മോനുണ്ടല്ലോ, മറ്റേ ഈസേനെ കൊണ്ടുവരണ്ടേ? ഈസേന ഇതുവരെയായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ലല്ലോ അള്ളാഹു. അപ്പൊ ഈസേനയും കൊണ്ടുവരണമെന്നാണ് പരിഗണിക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പൊ പറഞ്ഞു വരുമ്പോ 365 ദേവന്മാരും തിരിച്ചു വരുമെന്ന് തോന്നല്ലേ? 365 ദിവസമല്ലേ? അപ്പൊ മൊത്തത്തിൽ അത്രയും ദേവന്മാരും തിരിച്ചു വരുമല്ലേ? ആഹാ, ഇനിയാണ് മോനെ കളികൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു പാണക്കാട്ടെ ചേട്ടന്മാരെല്ലാം കൂടെ അവരാണല്ലോ മുഹമ്മദിന്റെ അനുയായികളായിട്ട് കേരളത്തിലുണ്ടെന്ന് അവകാശപ്പെടുന്ന ടീമുകൾ. പക്ഷെ ഏത് മക്കളിൽ നിന്ന് ചോദിക്കരുത് കേട്ടോ. അതല്ല അതിലും വലിയ കോമഡി. ഈ ക്ലബ് ഹൗസിൽ ഓരോരുത്തന്മാര് പറഞ്ഞുകൊണ്ട് നടക്കത്തില്ലേ ഏകദൈവമാണ്. ഏകദൈവത്തിന്റെ കാര്യം തദൈവ. അതാണ് കോമഡി. ഇസ്ലാം മതത്തിൽ ഏകദൈവമാണുള്ളതെന്നുള്ളത് ഇപ്പൊ ഏകദൈവം എല്ലാം മാറി. അല്ല, സൗദിയിലെ മറ്റേ ഇതിന് ടിക്കറ്റ് വേണ്ടവർ ഈ മുകളിലുള്ള സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. 170 സൗദി റിയാൽ ഉണ്ടെങ്കിൽ ടിക്കറ്റ് കിട്ടും. ഓക്കെ, ഇലക്ട്രോണിക് മ്യൂസിക് ഫെസ്റ്റിവൽ റിയാദ് ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ടാണ്. ബ്രദറെ, അവിടെ WWE വന്നില്ലേ? 4 കൊല്ലം കൊണ്ട് അവിടെ WWE നടക്കുന്നുണ്ട്. അവിടെ ഒന്നും നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഈ എന്താ പറയണം, ഈ ആണുങ്ങളുടെ തൊട കാണിക്കരുതെന്നൊക്കെയാ പറയുന്നത്. പക്ഷെ ഈ ആദ്യത്തെ പ്രാവശ്യം അവര് ഗെയിമിന് പോയ സമയത്ത് അവര് മൊത്തത്തില് നമ്മുടെ ഈ പിന്നെ ഇതിട്ടുള്ള പാൻസ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു അവർ ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം അവരത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ആണുങ്ങളെല്ലാം ഓൾമോസ്റ്റ് ലൈക്ക് ദ സെയിം ലൈക്ക് അവര്
വിദേശ രാജ്യങ്ങളിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അവിടെയും തെറ്റിയെന്നാണ് എന്റെ അഭിപ്രായം. ഈ പണ്ട് മുസ്ലിയാർ വിളിച്ചു പറഞ്ഞല്ലോ, ഫുട്ബോൾ കാണല്ലേ മക്കളെ, എന്ത് സാധനം തൗറാത്ത, എന്തൊരു സാധനം, അത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ തുട കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഔറത്ത് ഔറത്ത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇപ്പൊ സൗദിയിലെ ഔറത്തുകളെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. ഇതിനെല്ലാം കാരണക്കാരൻ ആരാന്നറിയാമോ? നമ്മുടെ ട്രംപച്ചായനായിരുന്നു. ഈ ട്രംപച്ചായനാണ് ഈ പോയി ഈ പരിപാടികളെല്ലാം ചെയ്തു വെച്ച് അവരുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെട്ടത്. അതോടുകൂടി എന്ത് ചെയ്യുമെന്ന് പറ. ഇത്രയും ഇവന്മാരുടെ ഒരു ഉസ്താദ് പറഞ്ഞ ഓർമ്മയുണ്ടോ സാം ബ്രദറെ? ഒരു ഉസ്താദ് പറഞ്ഞത് ഈ പുരുഷന്മാര് താടി വടിക്കാൻ പാടില്ല, താടി വടിച്ച് ക്ലീൻ ഷേവ് ഉള്ള പുരുഷന്മാരെ കാണുമ്പം ഈ ഉസ്താദുമാർക്കൊക്കെ ഹാലിളകുന്നു, അതുകൊണ്ട് പുരുഷന്മാർ അത് ചെയ്യാൻ പാടില്ലെന്ന്. അപ്പം സ്ത്രീകളോട് മാത്രമല്ല ഇവർക്ക്, പുരുഷന്മാരോട് ഇവർക്ക് നല്ല താല്പര്യമുണ്ട്. ഒരു അഫ്ഗാനിസ്ഥാനിലാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു പെർട്ടിക്കുലർ കാറ്റഗറി ഉണ്ട്. അവരെ പറയുന്നത് ലഡ്കെ ബാസ് എന്നാ, ബച്ചേബാസി. ഇവന്മാര് ഈ കൊച്ചു പിള്ളേരെ, അപ്പം ഇപ്പം എന്തുവാ 8 9 വയസ്സുള്ള പിള്ളേരെ ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ ഈ പെണ്ണുങ്ങളുടെ ഉടുപ്പൊക്കെ ഇടിപ്പിച്ചിട്ട് ഡാൻസ് ചെയ്യിപ്പിക്കും. ഡാൻസ് ചെയ്യിപ്പിച്ചതിന് ശേഷം ഒരു പെർട്ടിക്കുലർ സീരീസ് ഉണ്ട്. ആ സീരീസ് നിങ്ങൾ കാണണം. അഫ്ഗാനിസ്ഥാനെ പറ്റിയുള്ള ഒരു മൂവി, ഈ OTT സീരീസാണ്. അതിനകത്ത് ഇവർ ഈ ഡാൻസ് ഒക്കെ ചെയ്യിപ്പിക്കും. എന്നിട്ട് ഇവന്മാർ നേരെ അകത്തോട്ട് രാത്രിയിൽ ഇവന്മാർ കൊണ്ടുപോകും. എന്നിട്ട് പിള്ളേരെ പീഡിപ്പിക്കുക, ലൈംഗികമായി പീഡിപ്പിക്കുക. ബച്ചേബാസി അത് തന്നെ ബ്രദറെ. ബച്ച എന്ന് പറഞ്ഞാൽ പിള്ളേര്, ബച്ചേബാസി ചെയ്യുക, അതാണ് ഇവരുടെ പരിപാടി. മുഹമ്മദ് ഹസനോ ഹുസൈനോടും ചെയ്ത ഈ സെയിം വൃത്തികേടുകൾ ഇവന്മാര് കൊച്ചു പിള്ളേരോടും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. അബൂലഹബ് എന്താണ് പറയാൻ വന്നത്? ആദ്യത്തെ മുർത്തതായ, ആദ്യത്തെ കാഫിറായ എക്സ് മുസ്ലിമായ അബൂലഹബിന് എന്താണ് പറയാനുള്ളത്? പറയൂ അബൂലഹബ് ബ്രദർ. പ്രൈസലോട് എന്നെ കൊല്ലല്ലേ. കൊല്ലുന്നില്ല. അള്ളാഹു ഒരു ആയത്ത് മുഴുവനും ഇറക്കിയതാണ് അബൂലഹബും അബൂലഹബിന്റെ ഭാര്യയ്ക്കും എതിരെ. അത് ആ അബുലഹബിന്റെ ആ സൂറ മറക്കാൻ ആരും പാടില്ല. 111 ആണ്, 111. നിങ്ങളുടെ ഭാര്യക്ക് സുഖമല്ലേ? അല്ല ഇനിയിപ്പോ നശിച്ചു പോയിട്ടൊന്നുമില്ല. അബുലഹബിന്റെ ഇത് കഴിഞ്ഞു. വിറക് ചുമട്ടുകാരിന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നല്ലേ അതെ അതെ. അപ്പുറത്ത് ഇരിപ്പുണ്ട് എന്തോ ചപ്പാത്തി കുരുട്ടുന്ന സാധനം കൊണ്ട് എന്നെ തലയ്ക്ക് അടിക്കും. മിണ്ടല്ലേ. വെറുതെ ഇരിക്കുന്ന സ്ത്രീകളെ പോലും അപമാനിക്കുന്ന അള്ളാഹുവിൻ്റെ കഴിവുകേട് നിങ്ങൾ നോക്കണം. കഴിവുകേടല്ലാതെ എന്തുവാ, വെറുതെ ചുമ്മാതെ. ആ സ്ത്രീ എന്നാ വെച്ചിട്ടാണ് ഈ അബുലഹബിനെ പറ്റി? അബുലഹബ് ആരാ? അബുലഹബ് മുഹമ്മദിന്റെ റിലേറ്റീവാ, അങ്കിളല്ലേ? അതിനേക്കാളും നിങ്ങൾക്കൊരു കാര്യം കൂടെ ഇതിന്റെ അബുലഹബിനെ പറയുമ്പോൾ JCB ബ്രദർ എന്തോ പറയുക, ജേറ്റൽ ബ്രദറെ. JCB ബ്രദർ എന്തോ കംപ്ലീറ്റ്. കേൾക്കാമോ? Okay. Yeah, carry on. Now it's audible but still feeble. ഓക്കെ. സൃഷ്ടിക്ക് മുമ്പ് ഒരു സൃഷ്ടിനെ കുറിച്ച്, അതായത് വിറവ് വെട്ടുകാരി എന്ന് എഴുതി വെച്ച ടീമിന്റെ ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിനെ എക്സാക്ട്ലി വിറവ് വെട്ടുകാരിന്നല്ല, ഹമ്മാലത്ത് ഹത്തബ്, ഒരു വേശ്യ എന്നുള്ള രീതിയിൽ സൃഷ്ടിക്ക് മുൻപേ 50,000 വർഷങ്ങൾക്ക് മുൻപേ അള്ളാഹുവിൻ്റെ അർഷിൻ്റെ കീഴിൽ അള്ളാഹു പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുക ഈ സ്ത്രീയെ പറ്റി. എന്ത് ലോജിക്കാണെന്നറിയാം, എന്ത് ലോജിക്ക്. ഞാൻ ഇന്നലെ പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പിള്ളേർക്ക് ഞാൻ ഈ എന്തുവാ എവിഡൻസസൊക്കെ കുറച്ച്
സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഈ എവിഡൻസസ് കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവരോട് ഞാൻ ഈ 50,000 വർഷം മുൻപേ തന്നെ അള്ളാഹു അർഷിൻ്റെ കീഴിൽ പുസ്തകം വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ചിരിച്ചോണ്ട്. അവരൊക്കെ ഇത് ആദ്യമായിട്ട് കേൾക്കുക. അവർ പറയാ അള്ളാഹു അത് പുസ്തകത്തെ ചൂട് കാഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും മിക്കവാറും കുണ്ടിയുടെ താഴെ വെച്ചിട്ട്. ഇങ്ങനത്തെ വിവരക്കേടൊക്കെയാണ് ഇത് അല്ല, വെച്ചിരിക്കുന്നത്. ഇമാജിൻ സൃഷ്ടിക്ക് മുമ്പ് സകലവും സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് കസേരയുടെ അടിയിൽ വെച്ചു. കസേര സൃഷ്ടിച്ചു, ബുക്ക് സൃഷ്ടിച്ചു, എല്ലാം എഴുതി വെച്ചു. അതുകൊണ്ട് ഈ ലഹബാര അത് ഈ ലഹബ് മാത്രമല്ല, എന്ന് പറഞ്ഞ തന്ത് സകലതും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ സാധനം 50,000 വർഷം മുമ്പ് എന്ന് പറയുമ്പോ ടൈം സൃഷ്ടിച്ചിട്ടുണ്ടാവണ്ടേ? അതൊക്കെ ഓരോരോ ഓരോ ഓരോ അതൊക്കെ പരിപാടി. ഹെവി അല്ല ഈ ലോജിക്കൽ ആർഗ്യുമെന്റ്സ് ഒക്കെ JCB. ഇതൊക്കെ അവന്മാരാരും എടുക്കും. ഇല്ലില്ല, നമ്മൾ പണ്ട് ഇതിട്ട് അലക്കാറുണ്ടായിരുന്നല്ലോ. നമ്മൾ പക്ഷെ എടുത്തിട്ടുണ്ട് ഇത്. അന്ന് ആൾക്കാർ വരുമായിരുന്നു. പക്ഷെ ഇന്നിപ്പോ ഒരു ക്ലാപ്പനും ഇല്ലല്ലോ. ഇല്ല, ഇപ്പൊ ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ചാല്, ഈ അബൂലഹബിനെ ഈ അള്ളാഹുവിന്റെ ശാപമുണ്ട്. അള്ളാഹു ഖുറാനിൽ മുഴുവൻ യഹൂദന്മാരെ ശപിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് വരെ ഒരു ശാപവും ഏറ്റിട്ടില്ല. ഒറ്റ ശാപം ഏറ്റിട്ടില്ല. ഇന്ന് ഞാനൊരു നാട്ടിലെ ഏകദേശം ഒരു 10 മണിക്ക് ആണെന്ന് തോന്നുന്നു. ടർക്കിഷ് എംപിയുടെ കാര്യം എന്തോ അറിഞ്ഞായിരുന്നോ ജെന്റിലെ? he fell down after when he was preaching, right? Yeah, And he he cursed, was right? cursing That was so funny. the curse of Imagine Allah, that. wrath of Allah fallen Israel. വാ എടുത്തില്ല. തിരിച്ചായിരുന്നെങ്കിൽ ഇവന്മാര് വീഡിയോ ഇറക്കി കൊന്ന് കൊല വിളിച്ചേനെ ഇവന്മാര്. വാട്സാപ്പില് ദേ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ കോപം അതേ നോക്കിക്കേ കാഫിറിന് ഇതേപോലെ മണ്ടയ്ക്ക്. പണ്ടൊരിക്കൽ ഒരു പാകിസ്ഥാനില് അള്ളാഹു ദൈവമല്ല എങ്കിൽ ഈ സ്റ്റേജ് ഇടിഞ്ഞു വീഴട്ടെ എന്ന് പറഞ്ഞ് ദേണ്ട് കിടക്കുന്ന അതേപോലെ ഒരു സ്റ്റേജ് ഇടിഞ്ഞു വീണു. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ട്. അപ്പൊ ഞാൻ പറയാൻ വന്നത്, അള്ളാഹു ഇസ്രായേൽ മക്കളെ യുദ്ധം തുടങ്ങിയാൽ അപ്പൊ തന്നെ കത്തിക്കും അത്രേ. ഖുറാനിലുള്ളതാ. അപ്പൊ തന്നെ അത് തീർക്കും, ഫിനിഷ്. അപ്പോ ഇവിടെ യുദ്ധം തുടങ്ങിയത് മുഴുവൻ ഇസ്രായേൽ ആണെങ്കിൽ തീർത്തതും ഇസ്രായേൽ തന്നെയാണ്. 6 ദിവസം കൊണ്ട് ഇസ്രായേൽ യുദ്ധം തീർത്തു. പക്ഷെ അള്ളാഹുവിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. യേശുക്രിസ്തു അത്തിമരത്തെ ശപിച്ചപ്പോ അത് ക്ഷണത്തിൽ മറ്റെന്താ പറയാ ഉണങ്ങിപ്പോയി. ക്ഷണത്തിൽ ഉണങ്ങിപ്പോയെന്ന്. പക്ഷെ എന്താ ഈ അള്ളാന്റെ ശാപം ആർക്കും കേൾക്കാത്തത്? അത് പറഞ്ഞുതരൂ. അള്ളാഹ് ഉണ്ടായിട്ട് വേണ്ടായോ? അപ്പൊ ഇത് വെറും തള്ളാണ് അല്ലേ? അതുകൊണ്ടല്ലേ എല്ലാരും തള്ളാഹു എന്ന് വിളിക്കുന്നത്. മുഹമ്മദ് ആയിഷയെ കാണുമ്പോഴും ഹഫ്സയെ കാണുമ്പോഴും മാരിയത്തിനെ കാണുമ്പോഴൊക്കെ അല്ല ഈ അള്ളാഹു ഇറങ്ങി വരുന്നത് ആയത്തുമായിട്ട്. അപ്പൊ തന്നെ അതിൽ നിന്ന് തന്നെ പിടികിട്ടിക്കൂടാ അള്ളാഹു ആരാ. അല്ല, ഈ സൈനബിനെ കാണുമ്പോ മറ്റേ കർട്ടൻ കാറ്റുകൊണ്ട് മാറി പോകുമെന്നുള്ള കാര്യം 50,000 വർഷം മുമ്പ് എഴുതി വെച്ചേക്കായിരുന്നു ഖുറാനില്. അത് മാത്രല്ല ബ്രോ, ഏറ്റവും ഒരു എന്താ പറയാ ഫണ്ണി ആയിട്ടുള്ള ഒരു സംഗതി ഉണ്ട്. ഈ ഖുറാനൊക്കെ എന്താ പറയാ അറസിന്റെ അടിയിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഈ തൗറാത്തും സബൂറും ഇഞ്ചിയിലും ഒക്കെ അള്ളാഹു ഇതിന് മുമ്പ് എഴുതിയതാ. അപ്പൊ ഈ സാധനമൊക്കെ എവിടെയാണ് വെച്ചിട്ടുണ്ടായിരുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട്. കസേരയുടെ അടിയിൽ ഇതൊക്കെ വെച്ചു. ഈ തൗറാത്തും സബൂറും ഇഞ്ചിയിലൊക്കെ എവിടെ വെച്ചിട്ടുണ്ടാവും നസറിൻ ഭായി? പുള്ളി തലയിൽ വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. ഈ സാധനങ്ങളൊക്കെ പുള്ളിയുടെ ക്ലെയിംസ് ആണ്, ഇതെല്ലാം ക്ലെയിംസ് ആണ്. ഈ ജനറൽ ബ്രദർ, ഈ അർഷിൻ്റെ താഴെ നിന്ന് വേറെ ഒരു സാധനം പുള്ളി സ്പ്രേ ചെയ്യുന്നുണ്ട്. ഈ സ്പ്രേ ചെയ്യുന്ന സാധനത്തിൻ്റെ കൂട്ടത്തിലാണ് പുള്ളി ഈ പുസ്തകം വെച്ചിരിക്കുന്നത്, ലൗഫുൽ പറയാൻ മഹഫൂസിലിരിക്കുന്ന ഖുറാൻ. അല്ല അല്ല ഇത് ബ്രദറെ, രണ്ടും കൂടെ ചേർന്ന് നനഞ്ഞു പോവില്ലേ? അല്ല നസ്രി ബ്രദറെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ 50,000 വർഷങ്ങൾക്ക് മുമ്പ് ഖുറാൻ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ ഖുറാനിലെ ബ്രാക്കറ്റ് ഇട്ട പണ്ഡിതന്മാരെ സൃഷ്ടിക്കണമായിരുന്നു. അതാകുമ്പോ ബ്രാക്കറ്റ് അവരിൽ ഇട്ടിട്ട് തന്നെ ഇങ്ങോട്ട് ഇറക്കായിരുന്നു. അപ്പൊ ഇവിടെ വന്ന് ഇവർക്ക് തിരുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല.
ജെന്റിൽ ബ്രദർ കുറച്ച് മുമ്പ് എന്താണ് പറഞ്ഞത്? ഈ അബുലഹബിന്റെ കാര്യം എന്താണ്ട് പറഞ്ഞായിരുന്നല്ലോ, ലഹബ് ആരാന്നൊക്കെ. ജെന്റിൽ ബ്രദർ കേൾക്കുന്നുണ്ടോ? ഈ ഒരായത്തിനകത്ത്, ഒരു ഖുറാന്റെ ആയത്തിനകത്ത് അള്ളാഹു പറയുന്നുണ്ടല്ലോ, യഹൂദന്മാരുടെ മോന്ത കുരങ്ങനെ പോലെ അള്ളാഹു ആക്കുമെന്ന്. ഏതെങ്കിലും യഹൂദന്റെ മോന്ത കുരങ്ങനെ പോലെ ആയത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? എന്നെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യഹൂദൻ കുനിച്ചു നിർത്തിയിട്ട് കൂമ്പിനിട്ട് ഇടിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പം. യഹൂദന്റെ മൂക്കിന്റെ അറ്റത്ത് പോലും തൊടാൻ പറ്റുന്നില്ല, പാവം. എന്നിട്ടാണ് ഇവന്മാരുടെ പുസ്തകത്തിനകത്ത് വിവരക്കേട് അള്ളാഹു എഴുതി വെച്ചിരിക്കുന്നത്. യഹൂദന്റെ മുഖം കുരങ്ങനെ പോലെ ആവും. ചിന്തിക്കുന്ന ഒരു മനുഷ്യന്, മനസാക്ഷിയുള്ള ഒരു മനുഷ്യന്, തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകത്തില്ലേ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും മുഹമ്മദിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം എഴുതിയതാണ്. അല്ലാതെ മനുഷ്യൻ ഇതിനകത്തൊന്നും ഒന്നും ഗ്രഹിക്കാനില്ല. ഒരു സാധനവും ഇതിനകത്തൊന്നും ഗ്രഹിക്കാനില്ല. തലയുമില്ല വാലുമില്ല ഈ പുസ്തകത്തിനകത്ത്. എവിടുന്നാണ് തുടങ്ങുന്നതെന്ന് പോലും ആർക്കും അറിയത്തില്ല. ഈ പരിണാമവാദികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കീറാമുട്ടിയാണ്. അവര് പറയുന്നത് കുരങ്ങിൽ നിന്ന് മനുഷ്യരുണ്ടായെന്ന് പറയുമ്പോൾ അള്ളാഹു പറയാ കുരങ്ങിനെ തിരിച്ച് മനുഷ്യരാക്കിയെന്നുള്ളതാണ്. രണ്ടിനും തെളിവില്ല വെളിവില്ല എന്നുള്ളതായാലും വേറൊരു സത്യം തന്നെ. എന്നിരുന്നാലും ഇവര് തമ്മിൽ ഒരു ഡിബേറ്റ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് ആവശ്യകതയാണ്. എന്തുകൊണ്ടാണ് ഇസ്ലാം സമൂഹം അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്? കാരണം ഒരു റിവേഴ്സ് പരിണാമമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്, പ്രത്യേകിച്ചും ഈ AD 500 കാലഘട്ടങ്ങളിൽ. അപ്പൊ തീർച്ചയായിട്ടും അതിനുള്ള തെളിവുകൾ കണ്ടെത്തുക വളരെ ഈസി ആയിരിക്കും. അപ്പൊ എന്തുകൊണ്ട് ഇവരിത് തെളിയിക്കുന്നില്ല അല്ല, എന്നുള്ളത് കുരങ്ങ് മാത്രമല്ല, ലിസാർഡും ആക്കിയിട്ടുണ്ടെന്നുണ്ട്. അത് കാരണം ആ ഇറച്ചി കഴിക്കാതിരുന്നു. ഏതോ ലിസാർഡിനെ കൊണ്ടുവന്ന് വന്നപ്പോ പുള്ളിക്കാരൻ പേടിച്ച് ആ ലിസാർഡ് കഴിച്ചില്ല എന്നൊക്കെയുള്ള ഹദീസ് ഉണ്ട്. നസീം പത്ര അത് കയ്യിലുണ്ടോ? JC ബ്രദറെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ലിസാർഡ് ഉണ്ട്, വർഗത്തിൽപ്പെട്ടല്ലേ ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ഓന്ത്? ആ ഹദീസ് ഒന്ന് ഇടാവോ? അത് ചിലപ്പോ ആൾക്കാർ കേട്ടിട്ടുണ്ടാവില്ല. ഒരു സംശയം. അപ്പൊ ഈ ലിസാർഡ് വർഗത്തിൽപ്പെട്ടാനല്ലേ ഓന്ത്? അപ്പൊ അതിനെ കഴിക്കാൻ എഴുതിയിട്ടുണ്ടല്ലോ. അത് ആശാന് അത് അങ്ങനെ സ്പെഷ്യൽ ടൈപ്പ് പറഞ്ഞിട്ടുണ്ട്. ലിസാർഡാണ് ബ്രദറെ, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലിസാർഡാണ് അത്. അത് എന്നിട്ടേ പുള്ളിക്ക് പല്ലിയെ കൊന്നു കഴിഞ്ഞാൽ നേരെ സ്വർഗം കിട്ടുകയും ചെയ്യും. മുള്ളുള്ള വലിയ ഓന്ത്. ഈ പക്ഷികൾ എങ്ങനെയാണ് പറക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയോ? ആ, പക്ഷികൾ പറക്കുന്നത് ഭയങ്കര സയൻസാണ്. അള്ളാഹു ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടാണ് പക്ഷി അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ അത് നേരെ താഴെ വീണ്. അതെ, ഈ പശുവിന്റെ വയറ്റിൽ നിന്ന് പാല് വരുന്ന കാര്യം അറിയോ? ഇല്ല, റെഫറൻസ് അടിച്ചോ, റെഫറൻസ് മേളി പോസ്റ്റ് ചെയ്തിട്ട് പറ. 16:66. കപ്പൽ എങ്ങനെയാ കടലിൽ കൂടെ പോകുന്നതെന്ന് അറിയോ? 17:66. ഇവന്മാര് മുതുകല്ലിന്റെ ഇടയ്ക്ക് നല്ല ഖുറാൻ പ്രകാരം ശുക്ലം വരുന്നത്. ഈ ചീഞ്ഞ തിമീങ്കലത്തിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് എഴുതിയിട്ടുണ്ടോ? പുള്ളി കഴിച്ചെന്ന് എഴുതിയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ ടേസ്റ്റ് പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ടേസ്റ്റ് അല്ലായിരുന്നു, ഒരു രക്ഷയില്ല. പുള്ളി ദേ ഞാൻ പറയാം, തിമിംഗലത്തിന്റെ കാര്യമൊന്നും പറയല്ല. അതെനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഹദീസാണ്. മുഹമ്മദ് നാസിം ഭായ് തിമിംഗലത്തിന്റെ ചിമിങ്കളം, കാര്യം മിണ്ടി പോരുത്. ചീഞ്ഞ തിമിംഗളം പുള്ളി കണ്ണിന്റെ അകത്തു നിന്ന് പുള്ളി കോരി വാരി അതിന്റെ എന്തുവാ ഇതെല്ലാം അവന്മാര് തിന്ന ഭാര്യയാണ്. സഹി മുസ്ലിം 1935. ഞാൻ വേണമെങ്കിൽ മേളിൽ പോസ്റ്റ് ചെയ്യാം. ഇവന്മാര് പറയുന്നുണ്ട് ഞങ്ങൾ വൃത്തികേടൊന്നും കഴിക്കത്തില്ല, ഇവരുടെ പ്രവാചകൻ കഴിച്ച വൃത്തികേടിനെ പറ്റിയാ പറയുന്നത്. മേളിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനിയും ഒരു മുസ്ലിം സഹോദരന്മാരും ഇവിടെ ഇല്ലാത്ത സംഭവം പറയുന്നു എന്ന് പറഞ്ഞ് ഇവിടെ കയറി വന്നേക്കരുത്. ഞാൻ പോസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ. ഇവന്മാരുടെ പ്രവാചകൻ കാണിച്ച സംഭവം. Jabir reported, Allah's messenger sent us in an expedition and appointed Abu Udaypa our chief, that we might intercept a caravan of Qurayshis and provide us with a bag of dates. ഖുറേഷികളെ കൊള്ളയിടാൻ വേണ്ടി
അവരുടെ കാരവാൻ അവർ മര്യാദയ്ക്ക് അവരുടെ കാരവാനും എടുത്തുകൊണ്ട് അവർ ബിസിനസ്സിന് പോവുക. അവരുടെ കാരവാനെ കൊള്ളയിടാൻ വേണ്ടി ഞങ്ങളെ മുഹമ്മദ് അയച്ചു. എന്നിട്ട് കയ്യിൽ ഒരു ബാഗ് ഈന്തപ്പഴം തന്നു. ഒരു ബാഗ് ഈന്തപ്പഴം മാത്രമേ കൊടുത്തുള്ളൂ, വേറെ ഒന്നും പുള്ളി കൊടുത്തില്ല ആഹാരത്തിന്. ഹി ഫൗണ്ട് ഫോർ അസ് നത്തിങ് ബിസൈഡ് ഇറ്റ്. അബു ഉബൈദ ഗേവ് ഈച്ച് വൺ ഓഫ് അസ് 1 ഡേറ്റ് എവറി ഡേ. അപ്പോൾ എല്ലാ ദിവസവും ഒരു ഈന്തപ്പഴം മാത്രം തരും തിന്നാൻ അബൂദൈവ, കാരണം പുള്ളിയുടെ കൈ വേറെ ഒന്നുമില്ല. അബു സുബൈർ, വൺ ഓഫ് ദ നറേറ്റർ സെഡ്, വാട്ട് ഡിഡ് യു ഡു വിത്ത് ദാറ്റ്? അപ്പം നിങ്ങൾ ഇത് വെച്ച് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. ഹി സെഡ്, വി സക്ഡ് ദാറ്റ് ജസ്റ്റ് ആസ് എ ബേബി സക്സ് ആൻഡ് ദെൻ ഡ്രാങ്ക് വാട്ടർ ഓവർ ഇറ്റ്. അപ്പം ഞങ്ങളത് കടിച്ച് തിന്നുന്നില്ല, ഞങ്ങളതിങ്ങനെ നക്കിയിട്ട് അതിൻ്റെ മണ്ടക്കോട്ട് വെള്ളം കുടിക്കുമായിരുന്നു. അൺടിൽ ദ നൈറ്റ്, രാത്രിയാവുന്നിടം വരെ. We beat off leaves with the help of our staff, then drenched them with water and ate them. ഞങ്ങൾ കുറച്ച് ഇല എടുത്തിട്ട് അത് ഇങ്ങനെ ചതച്ച് പിന്നെ അത് തിന്നു, എന്നിട്ട് വെള്ളവും കുടിച്ചു. വി ദെൻ വെൻ ടു ദ കോസ്റ്റ് ഓഫ് ദ സീ. അപ്പം ഞങ്ങൾ കടലിൻ്റെ തീരത്തിലേക്ക് എത്തി. ദെയർ റോസ് ബിഫോർ അസ് ഓൺ ദ കോസ്റ്റ് ഓഫ് ദ സീ സംതിങ് ലൈക്ക് എ ബിഗ് മൗണ്ട്. അപ്പം ഞങ്ങൾ അവിടെ കടലിൻ്റെ തീരത്ത് എന്തോ വലിയൊരു പർവ്വതം പോലത്തെ ഏതോ ഒരു സാധനം അടിഞ്ഞു കിടക്കുന്നത് ഞങ്ങൾ കണ്ടു. അപ്പം എന്തോ സാധനം? ചത്ത ചീഞ്ഞ തിമിംഗലം അടിഞ്ഞു കിടക്കുക. വി കെയിം നിയർ ദാറ്റ് ആൻഡ് വി ഫൗണ്ട് ദാറ്റ് ഇറ്റ് വാസ് എ ബീസ്റ്റ്. വലിയൊരു ബീസ്റ്റ്, എന്തോ ഒരു വലിയൊരു മൃഗമാണ്. കോൾഡ് അൽ അൻബാർ സ്പെർമസിൽറ്റ് വെയിൽ. ഈ സ്പെർം വെയിലാണ് സംഭവം. അബു ഉബൈദ സെഡ്, ഇറ്റ് ഈസ് ഡെഡ്. അത് ചത്തതാണ്. ഹീ ദെൻ സെഡ്, നോ ബട്ട് ഇറ്റ് ഡസ് നോട്ട് മാറ്റർ. അത് കുഴപ്പമില്ല, ചത്തതാണെങ്കിൽ എന്നാ പ്രശ്നം? We have been sent by messenger of Allah in the path of Allah and you are hard pressed. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ റസൂളാണ് നമ്മളെ അയച്ചത്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? സോ യു ഈറ്റ് ദാറ്റ്. അതുകൊണ്ട് അത് വെട്ടി വിഴുങ്ങിക്കോ. We 300 in number stayed there for a month until we grew bulky. ഇവന്മാരിത് തിന്ന് ഇവന്മാര് ഇങ്ങനെ വണ്ണം വെച്ചു. Jabir said, I saw how we extracted pitcher after pitcher full of fat from the cavity of its eye. അതിൻ്റെ കണ്ണിനകത്തു നിന്ന് ഇവന്മാരെ എണ്ണ ഇങ്ങനെ ഊറ്റി എടുത്തു എന്ന്. And sliced from it compact pieces of meat equal to a ball or like a bull. ഞങ്ങൾ അതിനകത്തു നിന്ന് ചെറിയ മാംസത്തിൻ്റെ കഷണങ്ങൾ ചെറിയ പീസാക്കി ഞങ്ങൾ എടുത്തു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അബു ഉബൈദ കോൾഡ് ഫോർ 13 men from us and he made them sit in the cavity of its eye. 13 പേരെ അതിൻ്റെ കണ്ണിനകത്ത് തന്നെ ഇരുത്തിയെന്ന്. And he took hold of one of the ribs of its chest and made it stand and then saddled the biggest of the camel we had with us and it passed under it. അങ്ങനെ അതിൻ്റെ വാരിയൽ ഇങ്ങനെ നമ്മൾ നേരെ നിർത്തിയിട്ട് അതിൻ്റെ വാരിയലിൻ്റെ അകത്തുനിന്ന് ഒരു ഒട്ടകത്തേക്ക് നടത്തിപ്പിച്ചു. അപ്പം എന്തോ വലിയ തിമിംഗലമായിരിക്കും എന്ന് വിചാരിച്ചു നോക്ക്. ദെൻ സാഡിൽ ഓക്കെ, വി പ്രൊവൈഡഡ് അവർ സെൽഫ് വിത്ത് പീസ് ഓഫ് ബോയിൽഡ് മീറ്റ്. ആ മാംസം ഇവർ തിളപ്പിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. എസ്പെഷ്യലി ഫോർ ദ യൂസ് ഇൻ അവർ ജേർണി. തിരിച്ചു പോകുന്ന ജേർണിക്കകത്ത് ഇത് യൂസ്ഫുൾ ആകും. When we came back to Medina, we went to Allah's messenger and made a mention of that. എന്നിട്ട് ഈ കാര്യം ഞങ്ങൾ മമ്മൂഞ്ഞിനോട് പറഞ്ഞു. Whereupon he said, that was a provision which Allah has brought for you. അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രൊവിഷനാണ്. ശരി, അവർ അത് തിന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, കാരണം അവർക്ക് ആഹാരമൊന്നും ഇങ്ങേരൊക്കെ പറഞ്ഞ് കൊടുത്തു വിട്ടില്ല. അപ്പോൾ അവർ ചെയ്യുന്ന സാധനം അവർ ജീവൻ നിലനിർത്താൻ വേണ്ടി അവർ തിന്നു, കുഴപ്പമില്ല. പക്ഷേ അടുത്തതാണ് സംഭവം. That was the provision which Allah has brought forth for you. എന്നിട്ട് മുഹമ്മദ് പറയാണ്, is there any piece of meat left with you so that you give to us that? അതിനകത്തുനിന്ന് എന്തെങ്കിലും ബാക്കി എന്തെങ്കിലും ഉണ്ടടേ എനിക്ക് തരാൻ. The Jabir said, we sent to Allah's messenger some of that a piece of meat and he ate it. എന്നിട്ട് ഞങ്ങൾ അതിനകത്തെ പീസ് ഓഫ് മീറ്റ് ഞങ്ങൾ മുഹമ്മദിന് കൊടുത്തു. എന്നിട്ട് മുഹമ്മദ് അത് വെട്ടി വിഴുങ്ങി. മുഹമ്മദ് ഈ ചത്ത ചീഞ്ഞ അളിഞ്ഞ
ഈ തിമിംഗലത്തിന്റെ മാംസം 3 ദിവസത്തിന് ശേഷം ഇവര് തിരിച്ചു വന്നപ്പോ മമ്മൂഞ്ഞത് വാരി വിഴുങ്ങിയെന്ന്. എന്നിട്ടാണ് ഇവര് പറയുന്നത് ഞങ്ങള് ഭയങ്കര ശുദ്ധിയുള്ളവന്മാരാണെന്ന്. അന്നേരം അള്ളാഹുവിന്റെ മനസ്സിലായോ? ഹലാലും ഹറാമും ഒക്കെ 3G, അതെല്ലാം 3G. ഹലാലും ഹറാമും ഒന്നും ഇല്ല അതിനകത്ത്. അതെല്ലാം 3G ആയി. മമ്മൂഞ്ഞ് എന്ത് ആഗ്രഹിക്കുന്നു മമ്മൂഞ്ഞിന് അത് വേണമെങ്കിൽ മമ്മൂഞ്ഞ് അത് ചെയ്യും. മമ്മൂഞ്ഞിന് ഇപ്പം ആരെങ്കിലും ഒരു സ്ത്രീയെ പിടുത്തോണ്ട് പോവുകയാണെങ്കിൽ ആരെങ്കിലും വന്ന് പറയാം അത് മമ്മൂഞ്ഞ നിനക്ക് കൊള്ളാവുന്ന സ്ത്രീ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഫിയ ബിൻ ഹുനൈനെ വീട്ടിൽ കൊണ്ടുപോയി 3 രാത്രി ബലാത്സംഗം വേണമെങ്കിൽ മമ്മൂഞ്ഞ് ചെയ്തു കളയും. ഇതാണ് മമ്മൂഞ്ഞിന്റെ പരിപാടി. അതിനകത്ത് ഹലാലും ഹറാമും ഇല്ല. അതിനകത്ത് ഇദ്ദ കൊടുക്കണ്ട ഒരു ഹദ്ദും ഇല്ല. ഒരു പ്രശ്നവും ഉള്ള കാര്യമില്ല. നോക്ക്, ഇതാണ് ഇസ്ലാമിക വിശ്വാസം. ബ്രദറെ, ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ച് നേരത്തെ ഇവിടെ നിസാറിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. അപ്പം പിന്നെ ഇസ്ലാമിന്റെ വിശ്വാസികൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കുറെ നല്ല റെക്കോർഡ്സ് നല്ല എല്ലാം അള്ളാഹു എഴുതി സൂക്ഷിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് ഗുഡ് ഡീഡ്സ് പിന്നെ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹു തന്നെ അല്ലെങ്കിൽ മുഹമ്മദ് കുറിച്ച് അള്ളാഹു ആണല്ലോ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപായത്തിന്റെ ഒരുപാട് ഉപായങ്ങളുണ്ട്. അതിലെ ഒരു ഉപായമാണ് ഈ പല്ലിയെ തല്ലിക്കൊല്ലുക എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഈ ലിസാഡിനെ തല്ലിക്കൊല്ലുക എന്ന് പറഞ്ഞത്. അപ്പൊ അതിനകത്ത് പറയുന്നത് പ്രൊഫറ്റ് ഇഫ് എനിവൺ kills അതായത് one lizard with a first blow, such and such number of good deeds will be recorded for him. രണ്ടാമത്തെ ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കുറയും, മൂന്നാമത്തെ ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കുറയും, ഒറ്റയടിക്ക് കൊല്ലണമെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ പല്ലികളോട് ഇങ്ങനത്തിനകത്ത് എത്ര ദേഷ്യം എന്ന് നമുക്ക് സാധാരണ നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്തിനാ ഇതിനുള്ള കാരണമെന്ന്. അത് നമ്മൾ തപ്പിപ്പോകുമ്പോഴാണ് രസകരമായ വേറൊരു സംഭവം നമുക്ക് ഇബിൻ മാജ 3321 നേരത്തെ ഞാൻ വായിച്ച ഹദീസ് അബിദാവൂദ് 5263 5263 ഇത് ഇബിൻ മാജ 3231. ഇതിനകത്ത് നമ്മൾ ആയിഷ